സഞ്ജു ആണോ? അതെ അതെ. സഞ്ജു നമസ്കാരം. പുതിയ വില്ലേജ് ഓഫീസറാണ് കേട്ടോ. വില്ലേജ് ഓഫീസറാണ്. എന്റെ പേര് ജോസഫ് എന്നാണ്. പുതിയ ആളാണ്. പറഞ്ഞു സാറേ. സഞ്ജുവിന് 2022 ഒരു കെട്ടിട നികുതിയുടെ ഒരു പെൻഡിങ് ഉള്ളതായിട്ട് അറിയാമല്ലോ. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ്, വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരൊക്കെയാണ്. പക്ഷെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുട്ടുമടക്കി നിൽക്കാനേ പറ്റൂ, ഡെപ്യൂട്ടി കളക്ടറുടെയും ഒക്കെ മുൻപിൽ. അതുകൊണ്ട് സാഹചര്യം ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് പൈസ അടയ്ക്കുക. എന്തോ? ഞാൻ എവിടുത്തുകാരൻ? ഞാൻ ഈ കേരളത്തിലുള്ള സഞ്ജു. ഇവിടെ വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി വന്നതാ. പുതിയ ആളായോണ്ട് എവിടുത്തുകാരനാന്ന് ചോദിച്ചത്. ഞാൻ മാവേലിക്കരക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൗഹൃദത്തിൽ മുമ്പോട്ട് പോവാം. അടയ്ക്കാനില്ല എന്ന് പറഞ്ഞ് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാ. ഓക്കെ, നടപടിയെടുക്കും. പഴമായിരിക്കും ഇതിന് നടപടി. വില്ലേജ് കയറി പെട്ട് മര്യാദയ്ക്ക് സംസാരിച്ചോണം കേട്ടോ. പഴമായിരിക്കും ഇതിന് നടപടി. വില്ലേജ് കയറി പെട്ട് മര്യാദയ്ക്ക് സംസാരിച്ചോണം കേട്ടോ. പ്രേക്ഷകർക്ക് ഇതിനോടകം അറിയാം ആ വിഷയം. നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് ഫോണിൽ ബന്ധപ്പെട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജിനെ CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു ഭീഷണിപ്പെടുത്തുന്ന കോൾ റെക്കോർഡാണത്. ഓഫീസിൽ കയറി വെട്ടും എന്നാണ് സഞ്ജുവിന്റെ ഭീഷണി. പ്രൊവോക്ക് ചെയ്ത് വില്ലേജ് ഓഫീസറാണെന്നും പറഞ്ഞതിൽ മാറ്റമില്ലെന്നുമാണ് CPM നേതാവിന്റെ നിലപാട്. വെട്ടുകയും കുത്തുകയും ചെയ്യുമെന്ന ഭീഷണിയിൽ ഇനി ഓഫീസിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ ജോസഫ് ജോർജ് ഇപ്പോൾ കളക്ടറെ കണ്ട അവധിയിലാണ്. ഒരുപാട് സമാനമല്ലെങ്കിലും നവീൻ ബാബുവിന്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. ഇന്ന് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ദിവസമാണ്. PP ദിവ്യയുടെ വാക്കിൽ ഹറാസ്മെന്റിൽ മുറിവേറ്റ് കയറെടുക്കേണ്ട ഗതികേടുണ്ടായി എന്ന് വ്യക്തമായി പറയലാണ് കുറ്റപത്രം. ബാക്കി പറഞ്ഞ കൈക്കൂലി ആരോപണങ്ങളൊക്കെ ദുഷ്ടലാക്ക് അജണ്ട. ഇനിയും നമുക്ക് നവീൻ ബാബുമാർ വേണോ? പത്തനംതിട്ടയിൽ കണ്ടത് ഉദ്യോഗസ്ഥ വേട്ടയോ ഉദ്യോഗസ്ഥ താൻ പോരുമയോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ MV സഞ്ജു, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ, ശ്രീ ജോസഫ് ജോർജിനെ ഫോണിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ MV സഞ്ജുവിനെ കാണുന്നു. ശ്രീ MV സഞ്ജു, ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ താങ്കൾ പറയുന്ന എന്താണ് പ്രൊവോക്ക് ചെയ്ത് വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസറിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കൾ ആ വില്ലേജ് ഓഫീസറോട് പറഞ്ഞത് ഓഫീസിൽ കയറി വെട്ടുമെന്നാണ് പറഞ്ഞത്. അത് തിരുത്തപ്പെടേണ്ട ഒരു പ്രസ്താവനയായി പോയില്ലേ സഞ്ജു? ഞാൻ ചർച്ചയിൽ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, വില്ലേജ് ഓഫീസർ എന്നോട് സംസാരിച്ചത് 4 മിനിറ്റിലധികമാണ്. ആ 4 മിനിറ്റിലധികം സംസാരിച്ച സംഭാഷണം പൂർണ്ണമായി കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത്. ശ്രീ MV സഞ്ജു 4 മിനിറ്റോ ആയിക്കോട്ടെ, 5 മിനിറ്റ് ആയിക്കോട്ടെ, അത് മുഴുവൻ എന്തോ ആയിക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? കേൾക്കുന്നത് നികുതി അടക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ പറയില്ല വില്ലേജ് ഓഫീസർ ടോൺ ശരിയായ ടോണാണെന്ന് ഞാൻ പറയില്ല. ഓരോ മനുഷ്യർക്കും ഓരോ രീതി ഉണ്ടല്ലോ. ആ ടോൺ ശരിയല്ല എന്ന് പറയുമ്പോൾ തന്നെ ഓഫീസിൽ കയറി വെട്ടും എന്ന് പറയാനുള്ള അവകാശം താങ്കൾക്കുണ്ടോ ശ്രീ MV സഞ്ജു? അത് ശരിയാണോ? അത് തിരുത്തപ്പെടേണ്ടതല്ലേ? നികുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല അങ്ങനൊരു സംഭാഷണം ഉണ്ടായത്. നികുതിയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ നാളെ അടയ്ക്കാം എന്ന് പറയാൻ തുടങ്ങി എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ നിൽക്ക് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായ സംസാരമാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ ഏകപക്ഷീയമായ സംസാരത്തിലുണ്ടായ കാര്യത്തിൻ്റെ അടുത്ത് നികുതി അടയ്ക്കാമെന്ന് പറഞ്ഞാൽ ചർച്ച അവിടെ തീർന്നു. സംഭാഷണം അവിടെ അവസാനം. ശരി, നാളെ അടയ്ക്കുമോ മറ്റന്നാൾ അടയ്ക്കുമോ, 31 മുമ്പ് അടയ്ക്കണേ, അല്ലെ ശനി ഞായർ അവധിയാണ് അതിന് മുമ്പ് അടയ്ക്കണമേ, അവിടെ തീർന്നു വിഷയം. അതിനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് നികുതി അടയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. നമ്മൾ സർക്കാരിന് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ? നികുതി അടയ്ക്കേണ്ടതാണ്. ആരും വിളിക്കാതെ തന്നെ നികുതി അടയ്ക്കേണ്ടതാണ്. താങ്കളോട് വിളിച്ച് ചോദിക്കുന്ന നികുതി താങ്കൾ നേരത്തെ അടയ്ക്കേണ്ട കുടിശ്ശിക നികുതിയാണ് അല്ലേ? അപ്പോൾ ഈ വില്ലേജ് ഓഫീസർ പറയുന്നു താങ്കൾ നേരത്തെയൊക്കെ പറയുമ്പോഴേക്കും പിന്നെ അടയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി അതിൽ സമയം തരാൻ കഴിയില്ല. ശരിയാണ്, ഞാൻ പിന്നെയും പറഞ്ഞു വില്ലേജ് ഓഫീസർ ടോൺ ശരിയല്ല. താങ്കൾ അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ് എവിടെയാണ് വീട്, നാടെവിടെയാണ് എന്ന പ്രൊവോക്കേഷൻ തുടങ്ങുന്ന താങ്കളല്ലേ സഞ്ജു? നാടെവിടെയാണ് എന്ന പ്രൊവോക്കേഷൻ തുടങ്ങുന്ന താങ്കളല്ലേ? അല്ലല്ല, പ്രകോപനം അത് ഇതിനിടയിൽ കുറേ സംഭാഷണം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൽ കുറേ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതെന്തൊക്കെയായിരുന്നു? പ്രകോപനം തുടങ്ങിയത് ഞാനല്ല. നികുതി വിളിച്ചപ്പോൾ തന്നെ നികുതി അടയ്ക്കാം എന്ന് ഞാൻ പറഞ്ഞു. ആ പ്രൊവോക്കേഷൻ അടയ്ക്കാമെന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നാളോ ഞാൻ അടച്ചേക്കണേ എന്ന് പറഞ്ഞാൽ മതി. അല്ല, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും സംസാരത്തിന് ഓരോ രീതി ഉണ്ടല്ലോ.
താങ്കളുടെ അപേക്ഷാ സ്വഭാവത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യപ്പെടാം. അതല്ല, അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ പവർ വെച്ചിട്ട് നാളെ അടയ്ക്കണം എന്ന് പറയാനുള്ള അവകാശം ആ ഉദ്യോഗസ്ഥനുണ്ട്. അത് ഓരോരുത്തരുടെയും പ്രൊറോഗേറ്റീവാണ്. ഏത് രീതിയിൽ സംസാരിക്കണം, വിനയത്തോടെ നാളെ നടച്ചേക്കണേ എന്ന് വേണേൽ പറയാം, നാളെ അടച്ചേ പറ്റൂ എന്ന് പറയാം. നാളെ അടച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ താങ്കൾ ചോദിക്കുന്നത് അടച്ചില്ലെങ്കിലോ എന്നാണ് ചോദിക്കുന്നത്. താങ്കൾ അവിടുത്തെ CPM ഏരിയ സെക്രട്ടറി അല്ല, ഒരു സാധാരണ പൗരനാണെങ്കിൽ ഇപ്പൊ എന്നോട് എന്റെ വില്ലേജ് ഓഫീസർ നികുതി അടക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റുമോ? സാറേ അടച്ചില്ലെങ്കിലോ എന്ന് ഞാൻ ചോദിക്കാൻ പറ്റുമോ? താങ്കൾ അവിടെ CPM എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന അല്ല ശ്രീ സഞ്ജു, അടച്ചില്ലെങ്കിലോ എന്ന് തിരിച്ചു ചോദ്യം താങ്കൾക്ക് ചോദിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? താങ്കളുടെ അവിടുത്തെ സംഘടനാ ബലം കൊണ്ടല്ലേ CMV സഞ്ജു? തെറി വിളിച്ചുകൊണ്ട് ഓഫീസിൽ കയറി വിട്ടും എന്ന് താങ്കൾ പറയുന്നത് താങ്കൾക്ക് അവിടുത്തെ സംഘടനാ ബലം കൊണ്ടല്ലേ എന്ന് ചോദിച്ചത് സംഭാഷണത്തിന്റെ ഒരു 2 മിനിറ്റുകൾക്ക് ശേഷമാണ്. ആദ്യ കോളിൽ തന്നെ ഞാൻ നാളെ അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ബോധപൂർവം ഈ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഒരാളാണ് CPMന്റെ നേതാവെന്ന് വരുത്തി തീർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് മാധ്യമങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പൊതുസമൂഹത്തിൽ CPIMനെയും എന്നെയും അപകീർത്തിപ്പെടുത്തണമെന്ന വ്യക്തമായ ഉദ്ദേശം ആരുടെയൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായി ഈ വില്ലേജ് ഓഫീസർക്കുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ആദ്യ കോളിൽ തന്നെ പാർട്ടിക്ക് അപകീർത്തി ഉണ്ടാക്കിയത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന താങ്കളല്ലേ? 3 വർഷമായ നോട്ടീസ് കാണിക്കണം. ഞാൻ ചോദിക്കുന്നത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി താങ്കളല്ലേ പാർട്ടിക്ക് അപകീർത്തി ഉണ്ടാക്കി? ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ബാക്കി എല്ലാം മാറ്റിവെച്ചാലും ഓഫീസിൽ കയറി എന്ത് പ്രൊവോക്കേഷൻ അടിസ്ഥാനത്തിലും ഒരാളും പറഞ്ഞുകൂടാത്ത ഹിംസയാണ് താങ്കൾ എനിക്കറിയാം. താങ്കൾ ഓഫീസിൽ കയറി വെട്ടാൻ വേണ്ടി പറയുന്നതല്ലെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടിയും ഓഫീസിൽ കയറി വെട്ടും എന്ന താങ്കളുടെ ശബ്ദത്തിൽ ആ ശബ്ദം പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ അത് CPMന് നാണക്കേടുണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ ആ പറഞ്ഞ വാക്ക് മാത്രം ഞാൻ പിൻവലിക്കുന്നു എന്ന് താങ്കൾ പറയേണ്ടതല്ലേ സഞ്ജു? ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് താങ്കൾ അത് പറയാൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണത്? അങ്ങനെയല്ല. ആ 4 മിനിറ്റ് സമയത്തെ സംഭാഷണത്തിന്റെ ഭാഗമായി സംസാരിച്ചതാണ്. ആ 4 മിനിറ്റ് ഭാഗത്തെ സംഭാഷണം നാട്ടിലെ എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ജനം വിലയിരുത്തിക്കോളും. ഇല്ല, 40 മിനിറ്റ് കേട്ടാലും ഓഫീസിൽ കയറി വെട്ടുമെന്ന് പറയുന്നത് ശരിയാണെന്ന് ആര് പറയുമെന്നാണ് പറഞ്ഞത്? എന്താ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇല്ല ശ്രീ MV സഞ്ജു, ഈ 40 മിനിറ്റ് കേട്ടാലും നികുതി പിരിക്കുന്നത് ഇങ്ങനെയാണോ? 40 മിനിറ്റ് കേട്ടാലും ഓഫീസിൽ കയറി വെട്ടുമെന്ന് ഹിംസ പറയുന്നത് ശരിയാണെന്ന് ആര് പറയുമെന്നാണ്? അന്ന് ആര് പറയുമെന്നാണ്? നമ്മുടെ കാലത്തിന് ചേർന്ന വർത്തമാനമാണോ അത്? അല്ല, 4 മിനിറ്റ് സംഭാഷണം കേൾക്കട്ടെ. കേട്ട് കഴിയുമ്പോഴല്ല ജനം അത് സംബന്ധിച്ച് വിലയിരുത്താൻ കഴിയുള്ളൂ. ശ്രീ MV സഞ്ജു, 40 മിനിറ്റ് ആയിക്കോട്ടെ. ഇനി ആ വില്ലേജ് ഓഫീസർ താങ്കളെ എന്തും പറഞ്ഞു വന്നിരിക്കട്ടെ. ഇനി ആ താങ്കളും വില്ലേജ് ഓഫീസർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാക്പോരുണ്ടായി എന്നിരിക്കട്ടെ. വില്ലേജ് ഓഫീസർ ദാഷ്ട്യം കാണിച്ചു വന്നിരിക്കട്ടെ. താങ്കൾക്ക് പറയാൻ അവകാശമുണ്ടോ ശ്രീ MV സഞ്ജു? ഓഫീസിൽ കയറി വിട്ടും മായർത്തുള്ള തെറി വിളിക്കാൻ അവകാശമുണ്ടോ? അത് തെറ്റിപ്പോയെന്ന് അങ്ങ് പറയണ്ടേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയാത്ത CMV സഞ്ജു? ഞാൻ പറയുന്നത് തെറ്റിപ്പോയെന്ന് പറയാൻ പറ്റത്തില്ല. ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് പ്രകോപിതനാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാനൊന്നും കഴിയത്തില്ല. വില്ലേജ് ഓഫീസർ ഒരു ഗവൺമെന്റ് ഏത് ലെവലിൽ പ്രകോപിതനായാലും പൊതുജനത്തോട് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. ശരി, കരം പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി കരം പിരിച്ചെടുക്കണം. അതല്ലാതെ ഗുണ്ടകളും ബ്ലേഡ് മാഫിയ സംഘങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ അപമാനിക്കത്തക്ക തരത്തിലേക്ക് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് CPIMന്റെ പ്രവർത്തകനോ നേതാവായോ ഇരുന്ന് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ അല്ല ആര് വിളിച്ചാലും അങ്ങനെ കേട്ടിരിക്കാനൊന്നും കഴിയത്തില്ല. ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം ഉദ്യോഗസ്ഥ താൻ പോരുമയും ഉദ്യോഗസ്ഥർ പൗരന്മാരും മിണ്ടാണ്ട രീതിയിലല്ല ഞാൻ കൂടെ നിൽക്കാം CMV സഞ്ജു. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം താങ്കളുടെ അങ്ങേയറ്റം വാവിട്ട് പോയൊരു വാക്കാണ്. അത് ഓഫീസിൽ കയറി വിട്ടുമെന്ന് പറയാനാണ്. അത് അങ്ങേക്ക് പറയാനുള്ള അവകാശമില്ല. അത് മാത്രം തിരുത്തിക്കൂടെ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങ് തിരുത്താൻ തയ്യാറല്ലാത്ത എന്തുകൊണ്ടാണ് CMV സഞ്ജു? അത്ര ഈഗോ ആവശ്യമുണ്ടോ? അത് എന്നെ പ്രകോപിപ്പിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ സംഭാഷണമാണ്. അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന് ഈ 2 ദിവസമായി ഈ വന്ന ചാനലുകളോടും എല്ലാം ഞാൻ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശരി താങ്കൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സംഭാഷണത്തിന്റെ ഭാഗമാണത്. അല്ല, അങ്ങനെ ഉണ്ടായിക്കൂടാ. 2 ആളുകൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ഞാൻ നിന്നെ വീട്ടിൽ കയറി വെട്ടും എന്ന് പറയാവോ? ഇപ്പൊ ഞാനാണത് പറഞ്ഞെങ്കിൽ ഞാൻ അകത്ത് കിടക്കില്ലേ MV സഞ്ജു? ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരോട് പറയുകയാണ് നിന്നെ വീട്ടിൽ കയറി വെട്ടും എന്ന് ഞാൻ പറഞ്ഞ അകത്ത് കിടക്കില്ലേ? ഞാൻ ഇവിടെ ഇരിക്കുവോ? താങ്കൾ അകത്ത് കിടക്കാത്തത് താങ്കളായതുകൊണ്ടാണ് MV സഞ്ജു. താങ്കൾ ഇപ്പോൾ അകത്ത് കിടക്കാത്തത് താങ്കളായതുകൊണ്ടാണ്. താങ്കൾ CPM നേതാവായതുകൊണ്ടാണ്. ഞാനും അകത്ത് കിടക്കാൻ റെഡിയാണ്. അല്ല, അദ്ദേഹം കേസുമായിട്ട് മുന്നോട്ട് പോകട്ടെ. കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ എന്നെ
താങ്കൾക്ക് നന്നായി അറിയാം. കേസുമായി മുന്നോട്ട് പോകുന്നത് താങ്കൾക്ക് നന്നായി അറിയാം. നടത്തി റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഉദ്യോഗസ്ഥൻ എന്നതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഒരു പരിപാടിക്കിടെ ഒരു അവതാരകൻ ഇതുപോലെ വാവിട്ട് വാക്ക് പറഞ്ഞു. അദ്ദേഹം കേസ് കൊടുക്കട്ടെ. നിങ്ങൾ ചേർന്ന് ഈ പറഞ്ഞതിന്റെ ഭാഗമായി കേസെടുക്കണമെന്നുണ്ടെങ്കിൽ കേസെടുത്തോട്ടെ. അതിന്റെ ഭാഗമായി ജയിലിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. അതിനകത്ത് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. ശ്രീ എം വി സഞ്ജു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായി ജയിലിൽ പോയിക്കൊള്ളാമെന്ന് അഭിമാനത്തോടെ പറയല്ലേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഓഫീസിൽ കയറി വിട്ടു എന്ന് പറഞ്ഞ അടിസ്ഥാനം ജയിലിൽ പോകുന്ന പറയുന്നത് അത് അഭിമാനമല്ല, അപമാനം ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഇയാൾ പരാതി കൊടുക്കില്ല. നേരത്തെ അവിടെ ഒരു പരിപാടിയുടെ അവതാരകൻ ബിനു കെ സാം എന്ന് പറഞ്ഞ അവതാരകൻ വേദിയിൽ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മർദ്ദിച്ചു. അദ്ദേഹം പരാതി കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ടാണ്? പേടിയാണ് പരാതി കൊടുക്കാൻ. അത് മർദ്ദിച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. നിങ്ങളെപ്പോൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഒരാളും കണ്ടില്ല. എവിടെ വെച്ച് മർദ്ദിച്ചു? ആര് മർദ്ദിച്ചു? അതിനും ഇതുമായിട്ടൊന്നും കൂട്ടി കണക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിലും ആരോപണ വിധേയം താങ്കളാണ്. കാണാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് സാറേ, ശ്രീ എം വി സഞ്ജു, ഇതിപ്പോ ടെലിഫോൺ കോൾ റെക്കോർഡ് പുറത്തു വന്നത് കാരണം താങ്കൾ ഓഫീസിൽ കയറി വെട്ടിയെന്ന് പറഞ്ഞു താങ്കൾ സമ്മതിക്കുന്നു. ഇല്ല, താങ്കൾ സമ്മതിക്കൂ? ഇത് കോൾ റെക്കോർഡ് പുറത്തു വന്നത് കാരണം ഓഫീസിൽ കയറി വിട്ടും എന്ന് പറഞ്ഞു താങ്കൾ സമ്മതിക്കുന്നു. അറിയാവുന്ന ആളുകൾക്ക് ഇത് കോൾ റെക്കോർഡ് ഇല്ലാതെ ഉദ്യോഗസ്ഥർ പറയണെന്നിങ്ങനെ പറഞ്ഞു താങ്കൾ സമ്മതിക്കില്ലല്ലോ. ഓഫീസർ ജോലി ചെയ്ത സ്ഥലത്തെ ജനങ്ങൾക്കാകെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട്. വെറുതെ പറയുന്നതല്ല. എന്താണ് ധാരണ? വില്ലേജ് ഓഫീസർ അഴിമതി കേസിൽ സസ്പെൻഷൻ കഴിഞ്ഞ് ആ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്തത് ഈ പഞ്ചായത്തിലാണ്, ഈ വില്ലേജിലോട്ടാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ ആരും അദ്ദേഹത്തെ ന്യായീകരിക്കില്ല. സസ്പെൻഷൻ ഉത്തരവ് താങ്കൾ കണ്ടോ? സസ്പെൻഷൻ ഉത്തരവ് താങ്കൾ കണ്ടോ? കളക്ടറുടെ സസ്പെൻഷൻ ഉത്തരവുമായിട്ടല്ല ഞാൻ ഇപ്പൊ സ്റ്റുഡിയോയുടെ മുമ്പ് ഇരിക്കുന്നത്. ഞാൻ അങ്ങ് അയച്ചു തരാം. കൈക്കൂലി കേസിലാണ് സസ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഒന്നാമത്തെ കാരണമായി അത് പറയണ്ടേ ശ്രീ എം വി സഞ്ജു? ഇതെന്തോ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിച്ചു എന്നാ പറയുന്നത് കളക്ടറുടെ ഉത്തരവിൽ, സസ്പെൻഷൻ ഉത്തരവിൽ. ആ കളക്ടറുടെ വാക്കുകളൊന്ന് കേൾക്കാം. പ്ലേയോ? അത് അദ്ദേഹത്തിനെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പബ്ലിക് തന്നെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിത്ത് പ്രൂഫ് ഒരു സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ RDO അന്വേഷിച്ചപ്പോൾ RDOയുടെ അടുത്തും അന്നത്തെ ഉണ്ടായിരുന്ന RDOയുടെ അടുത്തും അദ്ദേഹം മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടും RDOയുടെ ഒരു അന്വേഷണ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതെന്നുള്ളത്. കൈക്കൂലി അത് നമുക്കിപ്പോൾ ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എൻക്വയറി അണ്ടർ പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അതെന്താണ് പ്രാഥമികമായ രീതിയിൽ സസ്പെൻഡ് ചെയ്തു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. തെളിഞ്ഞിട്ടില്ല. അത് വിത്ത് പ്രൂഫാണ്. മറ്റേവർ അതിൻ്റെ അപ്പോൾ അവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാനുണ്ട്. എടുത്ത ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം എന്തോ ഫോർഗോട്ട് ആക്ച്വലി എന്തോ ഒരു സംഭവത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റോ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി പൈസ കത്തിച്ചു. അത് RDO പറഞ്ഞതാണ്. അതെച്ചാൽ അങ്ങനെ അവിടെ ചുറ്റുവട്ടത്തിട്ട് സാധനങ്ങൾ കത്തിക്കുന്നു, മറ്റ് മുകളിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലും. അല്ലാതെ തന്നെ തൊട്ടടുത്തുള്ളൊരു സ്ത്രീയാണ് പരാതി വന്നിരിക്കുന്നത്. CR നീലകണ്ഠൻ, നമ്മൾ ആരോട് വിളിച്ച് ചോദിച്ചാലും ഈ സംഭവത്തിന് ശേഷം ഈ ഉദ്യോഗസ്ഥൻ മഹാമോശക്കാരനായ ഉദ്യോഗസ്ഥനാണെന്നാണ് ഫീഡ്ബാക്ക് കിട്ടുക. എന്നാൽ ഈ പറയുന്ന ആൾക്കാരോട് എന്താണ് അദ്ദേഹത്തിനെതിരെയുള്ള മോശമായ നടപടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കേസുകളുണ്ട്, എന്താണ് കൃത്യമായ കേസുകൾ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഈ കളക്ടർക്കും അറിയില്ല. എന്ന് പറഞ്ഞാൽ കൈക്കൂലി ആരോപണത്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പുള്ളിക്ക് ഓർമ്മയില്ല. ഞാൻ സസ്പെൻഷൻ ഉത്തരവെടുത്തപ്പോഴത്തേക്ക് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് പത്തനംതിട്ട ജില്ലാ റവന്യൂ എസ്റ്റാബ്ലിഷ്മെന്റ് ഉൾപ്പെട്ട അടൂർ താലൂക്കിലെ അങ്ങാടിക്കൽ വില്ലേജ് ശ്രീ ജോസഫ് ജോർജ് എന്നിവർക്കെതിരെ അടൂർ താലൂക്കിൽ ചന്ദനപ്പള്ളി എണ്ണശ്ശേരിയിൽ ശ്രീമതി ചിന്നമ്മ എബ്രഹാം വായന പ്രകാരം അടൂർ പരാതി കക്ഷി ഉടമസ്ഥയിൽപ്പെട്ട 2 കടമുറികളിൽ നിലവിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന അങ്ങാടിക്കൽ വില്ലേജ് ഓഫീസിൽ ഉപയോഗശൂന്യമായ പേപ്പറുകൾ വില്ലേജ് ഓഫീസർ ശ്രീ ജോസഫ് ജോർജ് ഇട്ട് കത്തിച്ചു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണമായിട്ടാണ് പറയുന്നത്. പിന്നെ തുടർച്ച കൈക്കൂലിയുടെ എന്തൊക്കെയോ അവ്യക്തമായ വേഗമായ കുറേ കാര്യങ്ങൾ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ആർക്കും ഇയാൾക്കെതിരെയുള്ള പരാതിയുടെ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഉദ്യോഗസ്ഥ മഹാമോശക്കാരനാണ്, അതെല്ലാവരും പറയും. CR നീലകണ്ഠൻ, ഈ ഉദ്യോഗസ്ഥൻ നവീൻ ബാബുവിൻ്റെ പോലെ മോശക്കാരനാണ്. നവീൻ ബാബുവിനെ കുറിച്ച് എന്താണെന്ന് പറഞ്ഞിരുന്നേ? നവീൻ ബാബുവിൻ്റെ അന്വേഷണം ഇപ്പോൾ നേരത്തെ ഹാഷ്മി അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണേ. ഇപ്പം നിങ്ങൾ ഹൈലൈറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക. നവീൻ ബാബു വളരെ മോശപ്പെട്ട ഒരാളായിരുന്നു. ദിവ്യത്വമുള്ള ഒരാളാണ് നവീൻ ബാബു. മോശപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് AKG സെൻറ്ററിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്ന് വന്നല്ലോ, കത്ത് വന്നല്ലോ അദ്ദേഹം കൊടുത്ത പരാതി. അപ്പോൾ പരാതി എവിടെയെന്ന് എനിക്കറിയില്ല. ആ പരാതി കൊടുത്ത പ്രശാന്തൻ ഇപ്പോൾ പ്രതിയുമല്ല, കള്ളപ്പരാതി കൊടുത്ത പ്രശാന്തൻ പ്രതിയുമല്ല ആ കേസിൽ. ആകെ ദിവ്യ മാത്രം എന്തോ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു, അത് അയാൾ കേട്ട് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാ പ്രേരണയ്ക്ക്. പ്രശ്നം അതല്ല. പ്രശ്നം ഇവിടെ നേരത്തെ ഹാഷ്മി ആവർത്തിച്ച് ചോദിച്ചു സഖാവ് സഞ്ജുവിനോട്, ഈ പറഞ്ഞ വാചകം തെറ്റാണോ? ബാക്കി എന്തോ ആവട്ടെ, ഇനിയിപ്പോൾ വേറെ ഞാൻ അടക്കില്ല എന്നോ അടച്ചില്ലെങ്കിൽ തൻ്റെ വീട് കണ്ടു കിട്ടുന്നോ ഒക്കെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു തന്നിരിക്കട്ടെ, അതൊന്നും പറയാൻ പാടില്ല, അത് വേറെ വിഷയം. ഇപ്പോൾ അത് എങ്കിലും പക്ഷേ ആ സംഭാഷണത്തിൽ 2-3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു.
ഒന്ന് നിങ്ങൾ വലിയ നേതാവോ കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ പൈസ കെട്ടേണ്ടതല്ലേ എന്ന് ഞാൻ കേട്ടു. പിന്നെ കേൾപ്പിച്ച ഭാഗം മുഴുവൻ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. രണ്ടാമത് താൻ പഴം ചെയ്യും എൻ്റെ ഞാൻ അടച്ചില്ലെങ്കിലോ ഒന്ന്. അപ്പോൾ പ്രശ്നം അതിനു മുമ്പ് അടയ്ക്കാമെന്ന് പറഞ്ഞു എന്നോ ഒന്നും എനിക്കറിയില്ല. ഇപ്പോൾ അത് ഉണ്ടെന്നില്ല എന്ന് തന്നെ വയ്ക്കുക. അപ്പോൾ അതിനുശേഷം പറയുന്ന വാചകങ്ങൾ ഏറ്റവും ഒടുവിൽ ഓഫീസിൽ കയറി വെട്ടുമെന്ന് ഒരു ഉദ്യോഗസ്ഥനോട് ഏതെങ്കിലും ഒരാൾ, അതിനിപ്പോൾ അയാൾ ഇനി ക്രിമിനൽ ആവട്ടെന്ന്, അയാളുടെ പേരിൽ അഴിമതിക്ക് നടപടിയെടുത്ത ആളാവട്ടെ, അയാളുടെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെട്ട ആളാവട്ടെ, അയാളോട് പോലും നമ്മൾ പറയാമോ? പ്രത്യേകിച്ചും CPM പോലെ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ പവർഫുള്ളായ ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എത്ര സംയമനം നഷ്ടപ്പെട്ടാലും അത് പറയാന്ന് പറഞ്ഞാൽ പിന്നെ അതും സാധാരണ മനുഷ്യൻ തമ്മിൽ എന്താ വ്യത്യാസം? വഴിയിൽ അങ്ങോട്ട് കൂടുന്ന് ബാറിലിരുന്ന് അങ്ങോട്ട് കൂടി ഇടിയുണ്ടാക്കി ഒരാൾ ഒരുത്തനെ കുത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യായീകരിക്കേണ്ടി അല്ല വരും. CR ഇപ്പോ നമ്മളോട് വിളിച്ച് ഉദ്യോഗസ്ഥർ നികുതി ചോദിക്കാന്ന് വെച്ചോ, എല്ലാ ഉദ്യോഗസ്ഥരും വിനയത്തോട് സംസാരിക്കുന്ന ഉദ്യോഗസ്ഥരല്ല. എന്താണ് ഈ പറയുന്ന മുടയിറക്കുന്ന നമ്മുടെ നാടൻ ഭാഷയിൽ മുടയിറക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇനി എത്ര വലിയ പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയാലും നിന്നെ വീട്ടിൽ കയറി വിട്ടും എന്ന് ഞാൻ പറഞ്ഞാലോ, CR പറഞ്ഞാലോ, പരാതി ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കോ? ഇന്നില്ലല്ലോ. ഞാൻ കേസിലെ പ്രതിയാണ്. ഈ സാധനം മാത്രം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ടേപ്പ് മാത്രം ഉണ്ടെങ്കിൽ, ഇപ്പോൾ CPM ഏരിയ സെക്രട്ടറി ആയതുകൊണ്ടാവില്ല, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്താൽ എനിക്കെതിരെ വധഭീഷണി കേസെടുക്കാം, എനിക്കെതിരെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കാം, എനിക്കെതിരെ നിരവധി വകുപ്പുകളിട്ട് കേസെടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ജയിലിൽ പോകും, അല്ലെങ്കിൽ ഞാൻ ജാമ്യം എടുക്കാൻ ജാമ്യം കിട്ടുമെന്ന് എനിക്കറിയില്ല, അത് കിട്ടുമെങ്കിൽ ജയിലിൽ പോകും. പക്ഷേ നേരത്തെ ആഷ്മി ചോദിച്ചതാണ് ശരി. പവർഫുള്ളായ ആളാണ് ഞാനെങ്കിൽ, അധികാരത്തിൻ്റെ ഭാഗമാണ് ഞാനെങ്കിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം എനിക്കുണ്ടെങ്കിൽ എനിക്കിതെന്തു പറയാം. പറഞ്ഞു കഴിഞ്ഞാലും ആരും ഒന്നും ചോദിക്കില്ല. ചോദിച്ചാൽ പിന്നെ പണി കിട്ടും. അപ്പോൾ ഇതാണ് പ്രശ്നം. ഇത് തന്നെയാണ് പ്രശ്നം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്നെങ്കിൽ ഇപ്പോൾ സഖാവ് സഞ്ജു ഇപ്പോൾ കേസിലെ പ്രതിയാണ്. ഇതുവരെ കേസെടുത്തിട്ടില്ലല്ലോ, അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുത്തിട്ടില്ലല്ലോ, ഒരു FIR ഇട്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഇയാൾ പരാതി കൊടുത്തില്ല എന്ന് തന്നെ വയ്ക്കുക. ഇപ്പോൾ പബ്ലിക് മാധ്യമത്തിൽ ഇത് വന്നല്ലോ, ഒരു സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ. കാരണം നമുക്കൊക്കെ എതിരെ കേസുണ്ട്. പോലീസിനെ ഒരു പിക്കറ്റിംഗ് നടത്തിയാൽ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് നമ്മൾ അയാളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തണമെന്നില്ല. നമ്മളൊരു പിക്കറ്റിംഗ് നടത്തിയാൽ സഞ്ജുവിനെതിരെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും, വഴിയുണ്ട്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് വളരെ വേണമെങ്കിൽ നോൺ ബെയിലബിളായ ഒഫൻസ് ഇട്ട് എനിക്കെതിരെ കേസെടുക്കാം, എടുത്തിട്ടുണ്ട് പലപ്പോഴും. പിന്നെ അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു വന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. രണ്ടാമത്തെ കാര്യം, ഉദ്യോഗസ്ഥൻ വെട്ടുമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി വെട്ടുന്നതാണ് എന്നൊരു തോന്നൽ അയക്കുണ്ടെങ്കിൽ അയാൾ ഒതുങ്ങും. ഇപ്പം ഞാൻ ഒരാളോട് വെട്ടുമെന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ താൻ പോയി പണി നോക്കൂ, എൻ്റെ അതിലും വലിയ വെട്ടുമെന്ന് പറയും. പക്ഷേ സഞ്ജു പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു പാർട്ടിയാണ് എന്നൊരു തോന്നൽ കൂടിയുണ്ടെങ്കിൽ, പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ, ഭരണത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഉദ്യോഗസ്ഥൻ പിന്നെ മിണ്ടില്ല. ശരി, ഞാൻ അങ്ങനെയൊക്കെ താമസിക്കാം. സുജയേന്ദ്രൻ കല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇയാൾ മഹാ അഴിമതിക്കാരനാണ്, മഹാവൃത്തികെട്ടവനാണ്, ഇയാൾ പോകുന്ന സ്ഥലത്ത് മൊത്തം പ്രശ്നമാണ്. ഇപ്പോൾ ഞങ്ങളിലേക്ക് എത്താം. ശ്രീ ജോസഫ് ജോർജ് വിളിച്ചു. ശ്രീ ജോസഫ് ജോർജ്, ഞാൻ ചോദിച്ചത് ഈ താങ്കൾ ഭൂലോക അഴിമതിക്കാരനാണ്, താങ്കൾ പോയ സ്ഥലങ്ങളിലൊക്കെ പ്രശ്നക്കാരനാണ്, താങ്കൾ അഴിമതിക്കാരനാണ്, താങ്കൾ രാവിലെ 7 മണിക്ക് ഓഫീസിൽ വരും, വൈകിട്ട് 7 മണി വരെ ഓഫീസിലുണ്ടാകും, അതൊക്കെ 10 പൈസ കിട്ടുമോ എന്നുള്ള നോട്ടമാണ്. അങ്ങനെ താങ്കൾ മൊത്തത്തിലൊരു പ്രശ്നക്കാരനാണോ ശ്രീ ജോസഫ് ജോർജ്? ഹാഷ്മി, കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചോദിച്ചത്, ഇവിടെ താങ്കൾ അഴിമതിക്കാരനാണ്, താങ്കൾ ആഗോള കൈക്കൂലിക്കാരനാണ്, താങ്കൾ രാവിലെ 7 മണി ഓഫീസിൽ വരും, വൈകിട്ട് 7 മണി വരെ ഓഫീസിലുണ്ടാകും, അതൊക്കെ 10 പൈസ കിട്ടുമോ എന്നുള്ള നോട്ടമാണ്. താങ്കൾ ഏനാദിമംഗലത്തുണ്ടായിരുന്നു, താങ്കൾ അതിന് അങ്ങാടിക്കലുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട്, പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രശ്നമാണ്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നക്കാരനാണോ? പ്രശ്നക്കാരന്റെ ഭാഗമായിട്ടാണോ സഞ്ജുവുമായുള്ള ഏറ്റുമുട്ടൽ ശ്രീ ജോസഫ് ജോർജ്? ഹാഷ്മി, ഞാൻ ഇപ്പം സഞ്ജു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. സഞ്ജു പറഞ്ഞതിനകത്ത് അതായത് ഞാൻ ഒരു തരത്തിലും പ്രകോപിതനായിട്ടുള്ള രീതിയിലല്ല സംസാരിച്ചത്. നമ്മളുടെ ഒരു കുടിശ്ശിക കക്ഷി, ആ കുടിശ്ശിക കക്ഷിക്ക് കൊടുത്ത നോട്ടീസ് പ്രകാരം പുള്ളി ഒരു 3 വർഷത്തിനകത്ത് ഈ പൈസ അടച്ചില്ല. അങ്ങനെയുള്ള ഒരു കക്ഷിയോട് ഒരു വില്ലേജ് ഓഫീസർ സംസാരിക്കുന്ന ഒരു രീതി, സഞ്ജു ഇനി നമുക്ക് ഇത് അടയ്ക്കാം എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ കഴിയില്ല സഞ്ജു, അതുകൊണ്ട് നാളെ അടയ്ക്കണം എന്നുള്ള ഒരേ ഒരു മീനിങ്ങിൽ മാത്രമേ പറഞ്ഞു. ഒരു തരത്തിൽ അവിടെ ഒരു പ്രകോപനം വന്നിട്ടില്ല. അതിനുശേഷം സഞ്ജു അടച്ചില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്റേതായ രീതിയിൽ വില്ലേജ് രീതിയിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അല്ല ജോസഫ് ജോർജ്, AV സഞ്ജു പറയുന്നത് അത് 4 മിനിറ്റോളം ഉണ്ടായിരുന്നു. 4 മിനിറ്റിൽ ഒരിക്കലും സഞ്ജു പറയുന്നതല്ല, നമ്മളെ സംസാരിച്ച ആ ക്ലിപ്പിംഗ് അത്ര മാത്രമേ ഉള്ളൂ എന്റെ കയ്യിൽ.
ഞാൻ ഒരു എഡിറ്റിങ്ങിന്, അതായത് ഉച്ചയ്ക്ക് 1 മണി 1:30 മണി സമയത്ത് ജനങ്ങളും നമ്മുടെ വില്ലേജ് ഓഫീസിലെ സ്റ്റാഫുകളും എല്ലാം നിൽക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു വിഷയം, അവരുടെ മുൻപിൽ വെച്ച് ഈ വിഷയം സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എന്റെ മേലുദ്യോഗസ്ഥർക്ക് ഈ കാര്യം അയച്ചു കൊടുക്കുന്നു. അവിടെ എഡിറ്റിങ്ങിന് ഒന്നിനും എനിക്ക് സമയമില്ല, നേരമില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. ഈ നമ്മൾ കേൾക്കാത്ത എന്തൊക്കെ ഉണ്ട് അതിൽ പ്രൊവോക്കേഷൻ തുടങ്ങി വെക്കുന്ന താങ്കളാണ്. അതിനുശേഷമാണ് താങ്കളോട് നാടെവിടെയാ എന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ശ്രീ ജോസഫ് ജോർജ് ഇപ്പൊ നാടെവിടെയാ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്തുകൊണ്ടാണ് താങ്കൾ ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ആളാണ് എന്ന ഒരു പ്രൊവോക്കേറ്റീവ് വർത്താനം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ജോസഫ് ജോർജ്? കാശ്മീർ മുൻപുള്ള പല അനുഭവങ്ങളും നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രായത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും നമുക്കുണ്ട്. നമ്മുടെ അന്നേരത്തെ എന്റെ മാനസികാവസ്ഥ വെച്ച് ദൈവമേ എന്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ആപത്തോ അനർത്ഥം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് മാത്രമാണ് ഞാനത് അങ്ങനെ ആ ഒരു വാക്ക് ഉപയോഗിച്ചത്. അല്ലാതെ സഞ്ജുവിനോടുള്ള ബഹുമാനക്കുറവുകൊണ്ടോ അല്ലെ സഞ്ജുവിനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടോ ഒന്നും അല്ല. അന്നേരം നമ്മൾ ഈ ഒരു പ്രൊവോക്കേഷന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അത്. ശ്രീ ജോസഫ് ജോർജ്, ഒരുപക്ഷെ താങ്കൾക്ക് ഇത് ആദ്യമായ അനുഭവം. ഇപ്പോൾ എൻ്റെ ഫോണിലൊക്കെ വരുന്ന മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ ഇറച്ചി മണ്ണ് പറ്റും, വെട്ടിക്കൊല്ലും, കൊന്ന് എത്ര മെസ്സേജൊക്കെ വരുന്ന കോൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ വെട്ടാനും കുത്താനൊന്നും പറയുന്നതല്ല എന്നൊരു ബോധ്യം താങ്കൾക്ക് ഇപ്പോഴുണ്ടോ? താങ്കൾക്ക് ആദ്യത്തെ അനുഭവമായുണ്ടാവും ശ്രീ ജോസഫ് ജോർജ്, അങ്ങനെ ഒരു ഭയം ഉണ്ടാവും. തീർച്ചയായിട്ടും വില്ലേജ് ഓഫീസിൽ വന്നിട്ട് പലരും വന്ന് ബഹളം ഉണ്ടാക്കാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്, അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടിയിട്ടില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. നമ്മൾ അതിനെ ആ ഒരു സെൻസിൽ മാത്രമേ എടുക്കാറുള്ളൂ കാശ്മീർ, ആ ഒരു സെൻസിൽ എടുക്കാറുള്ളൂ. കാര്യം അവരുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന അവരുടെ ആ ദേഷ്യം കൊണ്ട് അവർ പറയുന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ സഞ്ജുവിനെതിരെ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തത്. നമ്മൾ ആ സെൻസിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ അതിനെ തുടർന്ന് വീണ്ടും ഇതുപോലെ ഭീഷണി കോളുകൾ വന്നപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലാകാൻ കാരണം അത് എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തി. ഇപ്പോഴും ഭീഷണി കോളുകൾ വരുന്നുണ്ടോ ശ്രീ ജോസഫ് ജോർജ്? പലയിടത്തുനിന്നും വരുന്നുണ്ട്. എറണാകുളത്തുനിന്നും കോട്ടയത്തുനിന്നും അവിടുന്ന് ഒക്കെ വരുന്നുണ്ട്. എന്തിനാ പാർട്ടിയുടെ നെഞ്ചത്ത് ആണി അടിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യത്തിലുള്ള കോളുകളാണ് വരുന്നത്. നമ്മൾ അവരെ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹാഷ്മി. ശ്രീ ജോസഫ് ജോർജ്, ഇപ്പോൾ താങ്കൾക്കെതിരെ എന്തോ അഴിമതി ആരോപണം ഉണ്ട്, താങ്കൾക്കെതിരെ സസ്പെൻഷൻ ഉണ്ടായത് അഴിമതിയിലാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അതിന്റെ ഒന്നാമത്തെ നമ്പറായി കണ്ടത് താങ്കൾ എവിടെ പ്ലാസ്റ്റിക് കത്തിച്ചു എന്നുള്ളതാണ്. വില്ലേജ് ഓഫീസറുടെ പണിയാണോ പ്ലാസ്റ്റിക് കത്തിക്കൽ ജോസഫ് ജോർജ്? ഹാഷ്മി, അതിനകത്ത് എനിക്കുള്ള പറയാനുള്ള കാര്യം, ഇതേപോലെ ഒരു പൊളിറ്റീഷ്യന്റെ ഒരു ആഡംബര നീതിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഞാൻ ഇതുപോലെ പറഞ്ഞു മടുത്തപ്പോൾ അവസാനം നമ്മളത് ഈ RR പ്രപ്പോസൽ തയ്യാറാക്കി താലൂക്ക് ഓഫീസിലേക്ക് കൊടുക്കുന്നു. ഈ RR പ്രപ്പോസൽ തയ്യാറാക്കി താലൂക്ക് ഓഫീസിലേക്ക് കൊടുക്കുന്നു. അതിനെ തുടർന്ന് എനിക്കെതിരെ വ്യാപകമായ പരാതികൾ മന്ത്രിതലത്തിൽ പോകുന്നു. വ്യാപകമായ തലത്തിൽ വളരെ മോശമായ രീതിയിലുള്ള പരാതികൾ. ഈ പരാതി അയച്ചേക്കുന്ന ആരാന്ന് യാതൊരു തെളിവില്ല. ഒരു പൊതുപ്രവർത്തകൻ, ഒരു പൊതുജന സേവകൻ, ഇത് മാത്രമേ ഉള്ളൂ പരാതിക്കകത്ത്. ആ പരാതിയുടെ ബേസിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അന്വേഷണ സമിതിയെ വിടുന്നു. ആ അന്വേഷണ സമിതി നടത്തുന്ന അന്വേഷണത്തിൽ യാതൊരു കാര്യങ്ങളും പരാതിക്കകത്ത് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്ന് തെളിയിക്കപ്പെടുന്നു. എന്റെ കമ്പ്യൂട്ടറിൽ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ പെൻഡിംഗ് ഇല്ല, ഒരു ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ വില്ലേജിൽ പെൻഡിംഗ് ഇല്ല, 30 പോക്കോര് അപേക്ഷകൾ പെൻഡിംഗ് ഉണ്ട്, CMDRF ഒന്നും പെൻഡിംഗ് ഇല്ല, CMO ഒന്നും പെൻഡിംഗ് ഇല്ല, ക്യാൻസർ പെൻഷൻ പെൻഡിംഗ് ഇല്ല, അങ്ങനെ യാതൊരു തരത്തിലുള്ള അപേക്ഷകളും പെൻഡിംഗ് ഇല്ല. താങ്കൾ രാവിലെ 7 മണിക്ക് ഓഫീസിൽ വരുന്നത് കാശ് വാങ്ങാനാണോ, കൈക്കൂലി വാങ്ങാനാണോ ജോസഫ് ജോർജ്? ഞാൻ 7 മണിക്കല്ല 8 മണിക്ക് എല്ലാ ദിവസവും ഓഫീസിൽ വരാറുണ്ട്. 8 മണി തൊട്ട് വൈകിട്ട് ഒരു 6 മണി 7 മണി വരെ ഞാൻ ജോലി ചെയ്യാറുണ്ട്. വരുന്നതിന്റെ കാരണം ഒന്ന്, ഈ LR തഹസിൽദാർ ഉത്തരവുകൾ വരുന്നത് വില്ലേജ് ഓഫീസിലേക്ക് വരുന്നത്, അത് വില്ലേജ് ഓഫീസിൽ എന്റെ കൂടെ സഹപ്രവർത്തകരുണ്ടായിരുന്നവർക്ക് ആർക്കും ചെയ്യാനുള്ള പ്രാപ്തി അറിവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ അധികം സമയമെടുക്കും. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വരാറുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, KLC കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരമുള്ള പുറമ്പോക്ക് കയ്യേറ്റങ്ങൾ എടുക്കണം. മാസത്തിൽ 4-5 കേസുകൾ കൊടുക്കണമെന്ന് താലൂക്കിൽ നമുക്ക് ഇന്റിമേഷൻ തരാറുണ്ട്. അത് പ്രകാരം പുറമ്പോക്ക് കയ്യേറ്റം എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റാഫുകളെ കൂട്ടി പോകണം. സ്റ്റാഫുകളൊക്കെ വരുന്നതെല്ലാം കൊല്ലത്തുനിന്ന് അവിടുന്ന് ഇവിടുന്ന് നോക്കിയാൽ അവർ വരുമ്പോൾ ഓഫീസ് സമയം പറഞ്ഞ് 10:30 ആവും ബസ് കയറിയൊക്കെ വരുന്ന ദൂരെ നിന്ന്. അപ്പൊ അവര് വന്നതിന് ശേഷം പിന്നെ ജനങ്ങളെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമായാലും മഴയുടെ ബുദ്ധിമുട്ടുണ്ടാവും, വെയിലിന്റെ ബുദ്ധിമുട്ടുണ്ടാവും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ പാർട്ട് ടൈം സ്വീപ്പർ ജോസഫ് ജോർജ്, ഇപ്പോൾ നമ്മുടെ ഈ നേരത്തെ കളക്ടർ പറഞ്ഞ ഈ പരിശോധനയുടെ കൂട്ടത്തിൽ താങ്കൾ RDOയോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു അന്വേഷണത്തിൽ ഈ ഏതോ ഒരു ഇലക്ഷൻ ഡ്യൂട്ടി സമയത്ത് ഭക്ഷണം തീർന്നതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ചോദ്യവും പറച്ചിലുമാണ് ആ അപമര്യാദയെ പെരുമാറൽ. ശരിയാണോ തെറ്റാണോ ശ്രീ ജോസഫ് ജോർജ്? അതോ ഈ അഴിമതി ആരോപണത്തിൽ പരിശോധനയ്ക്ക് വന്നപ്പോൾ താങ്കൾ മോശമായി പെരുമാറിയതാണോ RDOയോട്? ഒരിക്കലും അഴിമതി ആരോപണമായിട്ട് ബന്ധപ്പെട്ടല്ലേ പ്ലാസ്റ്റിക് പേപ്പർ കത്തിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ RDO വന്നപ്പോൾ RDO എൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെയാ പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് കത്തിച്ചത്? ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് കത്തിക്കാറില്ല. ഞാൻ പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് കത്തിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വില്ലേജ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ജോലി ചെയ്യാനാണ് വന്നത്. ഞാനിത് ചെയ്യാറില്ല, എന്റെ സഹപ്രവർത്തകർ ചെയ്യാറില്ല.
വേസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കത്തിക്കാൻ ചിലപ്പോൾ എടുക്കാറ് ആ പോസ്റ്റിന്റെ ചുവട്ടിലിട്ട് കത്തിക്കാറുണ്ട്. അല്ലാതെ ഒരു തരത്തിലുള്ള ആർഡിയോട് ഞാനൊരു അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ ബന്ധുവുമായി ബന്ധപ്പെട്ട പോക്കുവരവിനെ തുടർന്നുള്ള പ്രശ്നങ്ങളുടെ തുടർച്ചയാണോ ശ്രീ ജോസഫ് ജോർജ് താങ്കൾ ഇപ്പോഴും അനുഭവിക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് അനുഭവിക്കുന്നത്. അതിന്റെ പേരിലാണ് ഈ പരാതികൾ മുഴുവൻ പോയിട്ടുള്ളത്. എനിക്കെതിരെ ഇലക്ഷന്റെ സമയത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ RDO ഭക്ഷണം കിട്ടാതിരുന്ന സമയത്ത് രാവിലെ 5 മണിക്ക് വന്ന് ഞങ്ങൾക്ക് രാത്രി 9:45 ജോലി കഴിഞ്ഞ് റാൻഡമൈസേഷൻ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതിന്റെ റാൻഡമൈസേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ 9:45 ഭക്ഷണമില്ല. സാറിനോട് ചെന്ന് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഇല്ല, ഭക്ഷണം ഈ RDO ബഹുമാനപ്പെട്ട RDO പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്റെ നേരെ. പൊട്ടിത്തെറിച്ച് എന്റെ നേരെ അതൊക്കെ അങ്ങനെയൊക്കെയാ, കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യും. ഈ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷ. ഞങ്ങളുടെ മുഴുവൻ സ്റ്റാഫുകൾ നോക്കി നിൽക്കുകയാണ് ഈ സംഭാഷണം നടക്കുന്നത് സാറേ. ജോസഫ് ജോർജ്, താങ്കൾ പറയുന്നത് ശരിയാണെങ്കിലും താങ്കളുടെ സംസാരം കുറച്ചുകൂടി മിതത്വമുള്ള സംസാരമാക്കണം എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ? ഒരു നയം, ഒരു ഡിപ്ലോമസി. ഞാൻ പറയുന്നത് എല്ലാവർക്കും നയമുള്ള മനുഷ്യന്മാരൊന്നുമല്ല, എങ്കിൽ കൂടിയും ഒരു നമ്മൾ ഓരോരുത്തരും ഹാഷ്മി ഈ സാഹചര്യത്തിനനുസരിച്ചല്ലേ നമ്മൾ സംസാരിക്കും. ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട ചില ഭാഗങ്ങൾ വരും, ആ സമയത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കും. സൗമ്യമായിട്ട് സംസാരിക്കേണ്ട ഭാഗങ്ങൾ വരുമ്പോൾ അങ്ങനെ സംസാരിക്കും. നമ്മളെല്ലാം മനുഷ്യരല്ലേ. ആ മനുഷ്യന്റേതായ മാനസിക വികാരങ്ങളും വിചാരങ്ങളും വെച്ചിട്ടുള്ള സംസാര രീതികൾ മാത്രമേ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ആവശ്യമില്ലാത്തടത്ത് കയറി പാവപ്പെട്ട പൊതുജനങ്ങൾ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് തട്ടി കയറാനോ അങ്ങാടിക്കൽ പോയി അന്വേഷിച്ചാൽ അറിയാം ഹാഷ്മി, അവിടുത്തെ ജനങ്ങളൊക്കെ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. ഒരുപാട് പേരുണ്ട് ഇപ്പോഴും എന്നെ വിളിച്ച് കരഞ്ഞോണ്ട് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങാടിക്കലിൽ നിന്ന്. ഞാൻ ജോസഫ് 2 മിനിറ്റ് കൂടെ. MV സഞ്ജു, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ ഭർത്താവുമായി ബന്ധപ്പെട്ട് ഒരു പോക്കുവരവ് ഉണ്ടാവുന്നുണ്ട്, ഒരു പോക്കുവരവ്. ആ പോക്കുവരവിൽ ഒരു സാങ്കേതിക പ്രശ്നമാണ് ഉണ്ടാവുന്നത്. അതിന്റെ തുടർച്ചയിൽ ഊമപ്പരാതികൾ, ഇത് ഈ പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിയുടെ ഭർത്താവ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല, അതിനുശേഷമാണ് ഇത്തരത്തിൽ ഊരും പേരും ഇല്ലാത്ത ഊമപ്പരാതികളുടെ പ്രവാഹം ഉണ്ടാകുന്നു, ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടാകുന്നു. ഒരു സംഘം വന്ന് ഈ കാര്യങ്ങൾ മൊത്തം അന്വേഷിച്ചു, എന്നിട്ടും ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ലാതെ കളക്ടർ റിപ്പോർട്ട് കൊടുക്കുന്നു. പിന്നെയാണ് അടുത്ത പരാതി, അടുത്ത സ്ഥാനം. എന്തോ ഒരു പകപോക്കൽ അവിടെ ഉണ്ടോ ശ്രീ MV സഞ്ജു? അതിന്റെ തുടർച്ചയാണോ നിങ്ങൾക്കെതിരെയുള്ള തർക്കവും? അദ്ദേഹം പറയട്ടെ, ഏത് നേതാവിൻ്റെ ആണെന്ന് പറയണം. ഒരു മന്ത്രിയുടെ ബന്ധു എന്ന് അദ്ദേഹം പറഞ്ഞു, ഏത് മന്ത്രിയുടെ ആണെന്നൂടെ പറയാം, അപ്പം നമുക്ക് അന്വേഷിക്കാം. വീണ ജോർജിന്റെ ആണ്. ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഏത് നേതാവിന്റെ ബന്ധുവാണെന്ന് പറയണം. വീണ ജോർജിന്റെ ഭർത്താവിന്റെ പോക്കുവരവുമായി ബന്ധപ്പെട്ടാണ്. ഏത് മന്ത്രിയാണെന്ന് പറയണം. വീണ ജോർജിന്റെ ഭർത്താവിന്റെ സ്ഥലത്തിന്റെ എന്തോ പോക്കുവരവുമായി ബന്ധപ്പെട്ടാണ്. അതിന് അദ്ദേഹം ഉദ്യോഗസ്ഥനായ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പണികളെയുണ്ട്, ഞാൻ തന്നെ പറഞ്ഞോളാം. അല്ലല്ല, അദ്ദേഹം പറയട്ടെ ഏത് മന്ത്രിയുടെ ആണെന്ന് അദ്ദേഹം പറയട്ടെ. അല്ല, ഏത് നേതാവിന്റെ ആണെന്ന്. നേതാവെന്ന് പറഞ്ഞല്ലോ, മന്ത്രി എന്ന് പറയട്ടെ. ഏത് നേതാവെന്ന് പറയട്ടെ. അല്ല, അദ്ദേഹം പറയേണ്ട കാര്യമില്ലാന്നേ. ഏത് നേതാവിന്റെ ബന്ധുവിന്റെ. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അത് പറഞ്ഞ അദ്ദേഹത്തിന്റെ പണികളയക്കണം. ഒരു നാട്ടിൽ ഒരുപാട് നേതാക്കന്മാരില്ലേ? ശ്രീ MV സഞ്ജു, ഇപ്പൊ താങ്കൾ അദ്ദേഹത്തെ ഓഫീസിൽ കയറി വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞു, അല്ല ഓഫീസിൽ കയറി വെട്ടുമെന്ന് പറഞ്ഞു. താങ്കൾക്ക് അത് കുറ്റബോധം ഇല്ലല്ലോ. ആ കുറ്റബോധം ഇല്ലാത്ത താങ്കൾ എന്തിനാണ് അത് നിർബന്ധിക്കുന്നത് ആ ജോസഫ് ജോർജിനോട്? താങ്കൾക്ക് ആ സംഭവം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞു വിട്ടേക്കൂ. നിർബന്ധിക്കലല്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതാവിന്റെ ബന്ധു എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയണം. ഇതിപ്പോ ഞാൻ നികുതി അടച്ചില്ലെന്നും പറഞ്ഞ് നാട്ടിലാകെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിൽ 2022 മുതൽ ഞാൻ അടയ്ക്കാനുണ്ട്. 2022 എനിക്ക് നോട്ടീസ് തന്നിട്ടുണ്ടെങ്കിൽ നോട്ടീസ് കാണിക്കണം. നോട്ടീസ് കൊടുക്കണോ ശ്രീ ജോസഫ് ജോർജ്? അത് കാണിക്കണം. ജോസഫ് ജോർജ് നോട്ടീസ് കൊടുക്കണുണ്ടോ? അപകീർത്തിപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. ഉണ്ട്. തഹസിൽദാർ ഇഷ്യൂ ചെയ്ത ഈ പറഞ്ഞ അസസ്മെന്റ് ഉത്തരവ് താങ്കളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആര് തന്നു? ജോസഫ് ജോർജ് ആര് കൊടുത്തു മറുപടി പറയാൻ പറ്റുമോ? വില്ലേജ് ഓഫീസിലെ സ്റ്റാഫുകൾ സാധാരണഗതിയിൽ കാണിക്കണം. ശരി, ആരായാലും അതിന്റെ കോപ്പി നിങ്ങൾ 2022 തന്നത് കാണിച്ചിരിക്കണം. അത് താലൂക്കിലോ വില്ലേജ് ഓഫീസിലോ പറഞ്ഞല്ലോ. 2022 മുതൽ ഇദ്ദേഹത്തിന്റെ പുറകെ നടക്കുകയാണെന്നല്ലേ പറഞ്ഞത്. 2022 സഞ്ജു ഞാൻ ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. എന്റെ രജിസ്റ്റർ പ്രകാരം നിങ്ങളിപ്പോ ജോയിൻ ചെയ്ത ഒരാൾ 2022 മുതലുള്ളത് ചാനലിന് 2022 മുതൽ ഞാൻ നികുതി അടയ്ക്കാതെ നടക്കുന്ന ആളാണെന്ന് നിങ്ങൾ ചാനലിലൂടെ അല്ലെ പത്രമാധ്യമങ്ങളിലൂടെ അങ്ങനെ MV സഞ്ജു, താങ്കൾക്ക് 9,000 രൂപ അടയ്ക്കാനുള്ള സാമ്പത്തിക അവസ്ഥ ഇല്ലാത്ത ആളല്ല. MV സഞ്ജു, താങ്കൾക്ക് ഒരു 9,000 രൂപ കുടിശ്ശിക കൊണ്ട് അടയ്ക്കാൻ പറ്റാത്ത സാമ്പത്തിക അവസ്ഥ ഇല്ലാത്ത ആളല്ല, ആണോ? 9,000 രൂപ അടയ്ക്കാൻ കഴിയാത്ത സാമ്പത്തിക അവസ്ഥയിൽ ദരിദ്രാവസ്ഥയിൽ കഴിയുന്ന ആളല്ല, ആണോ സഞ്ജു? അല്ലല്ലോ.
അത്യാവശ്യം സമ്പന്ന വ്യക്തിത്വം തന്നെയല്ലേ സഞ്ജു? 9,000 രൂപ അപ്പൊ 9,000 രൂപ അടക്കില്ല. 10,000 രൂപ അടയ്ക്കണമെങ്കിൽ അടയ്ക്കാൻ വിളിക്കുന്ന 8,000 ഉദ്യോഗസ്ഥനെ അടയ്ക്കണമെങ്കിൽ ഓഫീസിൽ കയറി വിട്ടു ഭീഷണിപ്പെടുത്തും. അത് കഴിയുമ്പോഴേക്കും പിന്നെ ആ ഉദ്യോഗസ്ഥ മഹാമോശക്കാരൻ എന്ന പ്രപ്പണ്ട് അയച്ചു വിടും. നികുതിയുമായി ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, നികുതി ചോദിച്ചതുമായി ബന്ധപ്പെട്ടല്ല അത്തരം സംഭാഷണം ഉണ്ടായത്. നികുതി ചോദിച്ചപ്പോൾ നികുതി അടയ്ക്കാനുണ്ടെങ്കിൽ അടയ്ക്കും, നാളെ അടയ്ക്കും എന്ന് പറഞ്ഞതാണ്. നില്ല് ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഞാൻ പറയുന്നത് അങ്ങോട്ടൊന്നും ജോസഫ് ജോർജ് പറയുന്നില്ല. ജോസഫ് ജോർജിന്റെ ടോൺ ശരിയായിരുന്നില്ലെന്ന് ഞാൻ പറയും. ആ നിലയിലേക്ക് ഒരു സംഭാഷണം ഉണ്ടായത് ജോസഫ് ജോർജിന്റെ ടോൺ ഒരു ഉദ്യോഗസ്ഥ ടോണായിരുന്നു. അത് നല്ലതല്ല എന്ന് എനിക്ക് നിലപാടുണ്ട്. പക്ഷെ താങ്കൾ ഈ പറയുന്ന മട്ടിലൊന്നും അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല. താങ്കൾ ചോദിക്കുകയാണ് ഏത് നാട്ടുകാരനാ എന്ന് ചോദിക്കുക. എന്തിനാ അത്? താങ്കളുടെ ഈ അധികാരത്തിന്റെ അഹങ്കാരമല്ലേ സഞ്ജു? ഒരാളെ കാണുമ്പോൾ ഹാഷ്മിയോട് ഞാൻ ചോദിക്കുക, ഹാഷ്മി ഏത് നാട്ടുകാരാണെന്ന് കഴിഞ്ഞാൽ ഉടനെ ഹാഷ്മി കേരളത്തിൽ തമിഴ്നാട്ടുകാരൻ. അതായത് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് നികുതി അടക്കണം, നാളെ അടക്കണം എന്നൊരു വാണിംഗ് സ്വഭാവത്തിൽ പറയുമ്പോൾ ഏത് നാട്ടുകാരനാ എന്ന് ചോദിക്കുന്നത്, ഹാഷ്മി താങ്കൾ ഏത് നാട്ടുകാരനാണ്, താങ്കൾ നാട് എവിടെയാണ് എന്ന് ചോദിക്കുന്ന അല്ലാതും മനസ്സിലാക്കാനുള്ള സാമാന്യബോധം എല്ലാവർക്കും ഉണ്ട് സഞ്ജു. ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ ബാക്കിയോ? പിന്നെ ഓഫീസിൽ കയറി വിട്ടു എന്ന് പറയുന്നത് ഓഫീസർ ഇത് ഗുണ്ടാപിരിവ് പോലെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതൊന്നും ജനം അംഗീകരിക്കത്തൊന്നുമില്ല. ഹാഷ്മി, നമുക്ക് അങ്ങനെ ഗുണ്ടാപ്പിരിവായിട്ട് ഇറങ്ങേണ്ട ഒരു ആവശ്യം നമുക്കില്ല ഹാഷ്മി. അത് അല്ല, സോറി, ഞങ്ങൾ രാവിലെ ഞാനും ജോർജ് ജോസഫും ബന്ധപ്പെട്ട നേതാക്കന്മാരും എല്ലാമായിട്ട് മറ്റൊരു ചാനലിൽ ചർച്ച ചെയ്ത് അദ്ദേഹം തന്നെ പറഞ്ഞു, ഇനി ഇതിന്റെ തുടർ പ്രശ്നങ്ങളുമായി ഞാൻ പോകുന്നില്ല, പരാതികളുമായി പോകുന്നില്ല. പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വിഷയമായതുകൊണ്ടാണ് ജോസഫ് ജോർജ് ജോസഫ് ജോർജിന് പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കുറേയേറെ വിവരങ്ങൾ ഇപ്പോഴും ഒരു ലോഡ് വിവരങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരത്തി തരാൻ ഞാൻ തയ്യാറാണ്. ഇല്ല, ജോസഫ് ജോർജിന് പരാതി ഇല്ലെന്നേ. ജോസഫ് ജോർജിന് പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെ ഓഫീസിൽ കയറി വിട്ടും എന്ന് ഒരു CPM ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ട് താങ്കൾക്ക് അതിൽ ഖേദപ്രകടനമില്ല. താങ്കൾ ആ ഒരൊറ്റ വാക്ക് മാത്രം അദ്ദേഹം വെട്ടിമാറ്റുകയില്ല. താങ്കൾക്ക് അതിൽ ഖേദപ്രകടനമില്ല. താങ്കൾ പറഞ്ഞ ആ ഒരൊറ്റ സെന്റൻസ് മാത്രം വെട്ടിമാറ്റുകയില്ല. അത് തെറ്റെന്ന് താങ്കൾ തോന്നുന്നില്ല. ഒരു കാര്യം പറയുന്നത് കേൾക്കാൻ അനുവദിക്കുക. പറയൂ. രാവിലെ സംസാരിച്ചപ്പോൾ ചോദിച്ചത് അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്യുന്നതിൽ ഭയമുണ്ട്. ഒരു ഭയവും വേണ്ട, നിങ്ങൾ അവിടെ വന്ന് ജോലി ചെയ്തു. നിങ്ങളുടെ ഔദാര്യമാണോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഒരു പ്രശ്നവും സഞ്ജു, നിങ്ങളുടെ ഔദാര്യമാണോ? നിങ്ങളുടെ ഔദാര്യമാണോ ഒരു പേടിയും ധൈര്യം ജോലി ചെയ്തെന്ന് പറയാൻ? അതെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുക്കുക. ഔദാര്യമല്ല, ഉറപ്പ് കൊടുക്കല. അതിന്റെ പേരിൽ മാറി നിൽക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ആ സംസാരത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. അതവിടെ കഴിഞ്ഞു. അതിനെ ഇങ്ങനെ മാസങ്ങളും ആഴ്ചകളോടും ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. ശരി. പക്ഷേ അതിന്റെ തുടർച്ചയിൽ അയാൾ ഭയങ്കര മഹാമോശക്കാരനാണ്, ഭയങ്കര അഴിമതി സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാ. മഹാ അഴിമതിക്കാരനാണെങ്കിൽ മഹാമോശക്കാരനാണ് അയാൾ സർവീസ് തുടരാൻ പാടുണ്ടോ CMV സഞ്ജു? അതിനോട് സർക്കാരിന്റെ പരാജയമല്ലേ? നിങ്ങൾ ഈ പറയുന്ന പോലെ അയാൾ മഹാ അധമനാണ് എന്ന് അന്വേഷിച്ചോണ്ടിരിക്കില്ല സർക്കാർ. കളക്ടർ പറഞ്ഞത് എന്തുവാ? കളക്ടർ ഒന്നും പറഞ്ഞില്ല. എന്താ പ്ലാസ്റ്റിക് കത്തിച്ച കാര്യമാണ് പറയുന്നത്? അന്വേഷണം ഇരിക്കുന്ന വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ പ്ലാസ്റ്റിക് കത്തിച്ചാണ് സസ്പെൻഷനുള്ള പ്രധാന കാരണം? അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കളക്ടർക്ക് പറയുന്ന ഒരു പരിധിയുണ്ട്. മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളും കളക്ടർക്ക് പറയാൻ കഴിയത്തില്ല. സസ്പെൻഷൻ ഉത്തരവിന് ഒന്നാമത്തെ കാരണമാണ് ഒരു വില്ലേജ് ഓഫീസർ പ്ലാസ്റ്റിക് കത്തിച്ചു. കളക്ടർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല. ഒരു മര്യാദയില്ല. എന്നിട്ട് താങ്കൾ പറയുന്നത് ഏതോ കൈക്കൂലിക്കാരനാണ്, ഇയാൾ നാട് മുഴുവൻ നമ്മുടെ കൈക്കൂലി വാങ്ങാണ്, ഇയാൾ ഗ്ലോബൽ അഴിമതിക്കാരനാണെന്നൊക്കെ പറയുക. എന്നിട്ട് സസ്പെൻഷൻ ഉത്തരവ് എന്താ? ഏതോ ഓഫീസർ താഴെ പ്ലാസ്റ്റിക് കത്തിച്ചെന്ന്. എന്തുവാ MV സഞ്ജു? പ്ലാസ്റ്റിക് കത്തിച്ചതിന്റെ പേരിലൊന്നും അല്ല. അത് ഒരുപാട് പേജുള്ള ഉത്തരവാണല്ലോ. ഒന്നാമത്തെ നമ്പർ കാര്യമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കൈക്കൂലി. ഞാൻ പറയുന്നത് ഈ ജോസഫ് ജോർജിനെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം കൈക്കൂലിയാണെങ്കിൽ, അഴിമതിയാണെങ്കിൽ ആ സസ്പെൻഷൻ ഉത്തരവിന് ഒന്നാമത്തെ പോയിന്റ് പറയേണ്ടത് എന്താണ്? ഇദ്ദേഹം ഇപ്പൊ എന്നോട് പെരുമാറിയതുപോലെ തന്നെയാണ് നാട്ടുകാരോട് പെരുമാറുന്നത്, അതുപോലെ തന്നെയാണ് മേലുദ്യോഗസ്ഥന്മാരോട് പെരുമാറുന്നത്. അതൊക്കെ കളക്ടറുടെ സംഭാഷണത്തിലുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അല്ല, ഞാൻ പറയുന്നത് അയാളുടെ സംസാരത്തിലെ പ്രശ്നവും അയാൾ കൈക്കൂലിക്കാരനാണെന്ന് അടിച്ച് ചാപ്പയടിക്കുന്നുണ്ട് രണ്ടല്ലേ സഞ്ജു? ഇപ്പൊ താങ്കൾ CMV സഞ്ജു, ഇപ്പൊ താങ്കൾ ഓഫീസിൽ കയറി വിട്ടെന്ന് പറയുന്നു. താങ്കൾ ഓഫീസിൽ കയറി വിട്ടെന്ന് പറയുന്നത് താങ്കൾക്ക് ഒരു കുറ്റബോധവും ഇല്ല, അത് തിരുത്താൻ താങ്കൾ തയ്യാറുമില്ല. അപ്പൊ താങ്കളുടെ ഡയലോഗ് കാര്യങ്ങളിലേക്കോ കടക്കാതിരിക്കുന്നത് അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രശ്നമാണെങ്കിൽ താങ്കളുടെ വാക്കുകൾക്കല്ലേ അതിനേക്കാൾ കൂടുതൽ പ്രശ്നം. ഓഫീസിൽ കയറി വിട്ടു എന്നൊരു ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ട് താങ്കൾക്ക് ഒരു കുറ്റബോധവും ഇല്ല, ഖേദവുമില്ല. അത് ആ പറഞ്ഞ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് വെട്ടാൻ വേണ്ടിയോ കുത്താൻ വേണ്ടിയോ കൊല്ലാൻ വേണ്ടിയോ പറഞ്ഞല്ലോ. ശരി, ജോസഫ് ജോർജ് എന്തായാലും
താങ്കൾ അവധി കഴിഞ്ഞ് സമാധാനമായി ഓഫീസിലേക്ക് പോവില്ലേ? ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് സഞ്ജുവിന്റെ ഉറപ്പ്. നമുക്ക് എന്തെങ്കിലും, അതായത് ഇപ്പൊ സഞ്ജു ചെയ്യുമെന്നുള്ള ഒരു കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനൊന്നും ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. പക്ഷെ ഇത് കേൾക്കുന്ന അണികൾ ആരെങ്കിലും, എന്നെ പുറത്ത് വന്നെന്ന് ഭീഷണിപ്പെടുത്തിയ അണികൾ ആരെങ്കിലും ഒരു അപേക്ഷയും കൊണ്ട് വന്നിട്ട് എന്റെ ശിരസില് അല്ലെങ്കിൽ എന്റെ നെറുകയില് അടിവാളെടുത്ത് വെട്ടി വീശി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്, എന്റെ കുടുംബത്തിന്, എന്റെ കുഞ്ഞുങ്ങൾക്കല്ലേ നഷ്ടം. ജോസഫ് ജോർജ്, എനിക്ക് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. എനിക്ക് ഫേസ്ബുക്കിൽ 100 മെസ്സേജ് അയച്ചു തരാം. ഇത് ചുമ്മാ പേടിപ്പിക്കാന്ന്, ഒന്നും ചെയ്യില്ല. പിറ്റേ ദിവസം ഒരു പൂഴിമണ്ണ് വാരി വീഴില്ല. ഇത് കേരളമല്ലേ? ഒരു പൂഴിമണ്ണ് ശരീരത്തിൽ വീഴില്ല. മെസ്സേജുകൾക്കടിയിലും നമ്മൾ അനുഭവിച്ച വേദന പോലെ ഇവനും അനുഭവിക്കണം. അതിന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെയാണ് ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജുകൾ. എന്റെ പൊന്നു ചേട്ടാ, ആ ഫേസ്ബുക്ക് നോക്കല്ലേ, ഒരു മുഖമില്ലാത്ത കുറെ ഹൂളിഗൻ സംഘം എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്ന. ഇവരൊന്നും ഒരു പൂഴിമണ്ണ് വാരി ദേഹത്തിടാൻ കെൽപ്പുള്ളവന്മാരല്ല, പേടിക്കല്ലേ. രണ്ട് പൊടിക്കുഞ്ഞുങ്ങളും ഒരു പ്രായമുള്ള 19 വയസ്സുള്ള ഒരു അമ്മച്ചിയും അവിടെ സംരക്ഷിക്കുന്ന ഞാനിത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസിക വിഷമത്തെ കുറിച്ച് ചിന്തിക്കാൻ ആർക്കും മനസ്സില്ലേ? അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. 9,000 രൂപ നികുതി കുടിശ്ശികയ്ക്ക് വേണ്ടി നമ്മളെ വ്യക്തിഗത ചെയ്യാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത് ലോകത്താകെ കേൾപ്പിക്കാൻ വേണ്ടി എടുത്ത സമീപനം കൂടെ ചിന്തിച്ചു നോക്കണം. താങ്കൾ വിട്ടെന്ന് പറഞ്ഞോണ്ടാ സാറേ അത് ലോകം മൊത്തം കേട്ടെ. ഓഫീസിൽ കയറി വിട്ടെന്ന് പറഞ്ഞോണ്ടാ സാറേ അത് ലോകം കേട്ടെ. അതിന് സമാനമായ ഒരുപാട് ആളുകൾ കാണും നാട്ടിൽ. കേട്ടോ, സഞ്ജുവിനോട് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, എന്റെ ഫോണിൽ സഞ്ജുവിന്റെ നമ്പർ സേവ്ഡ് അല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആയതാണ്. ആ റെക്കോർഡായ ചെറിയ പീസ് ഓഫ് കോൺവെർസേഷൻ. എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെ രണ്ടാം ദിവസം നിങ്ങളെ ആരോ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു, അതിന്റെ റെക്കോർഡ് എന്ത് ചെയ്യും? അത് എന്റെ പേഴ്സണൽ രണ്ടാം ദിവസം നിങ്ങളെ ആരോ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു, അതിന്റെ റെക്കോർഡ് എവിടെ? സഞ്ജു, എനിക്ക് 2 ഫോണുണ്ട്. ഒന്ന് എന്റെ പേഴ്സണൽ ഫോണിലേക്കാണ് രണ്ടാമത്തെ ദിവസം അവർ വിളിക്കുന്നത്. ആ സമയത്ത് MV സഞ്ജു ഈ നാട്ടിൽ ഭീഷണിപ്പെടുത്താത്ത എന്താണ് പഞ്ചസാര പാലമുട്ടായ പോലത്തെ മനുഷ്യരാണെന്ന് വിചാരിക്കല്ലേ. ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. മാത്രമേ റെക്കോർഡ് ആവുള്ളൂ സഞ്ജു. ഞാൻ മറ്റേ ഫോൺ അതുപോലല്ല. ഈ നാട്ടിൽ അങ്ങനെ ഫോൺ വിളിച്ചും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചും കൊന്നുകളയും, ഇറച്ചി മണ്ണ് പറ്റും എന്നൊന്നും പറയാത്ത പഞ്ചസാര പാലമുട്ടായി മനുഷ്യരുടെ നാടാണെന്നും പറയല്ലേ MV സഞ്ജു? അത് അവിശ്വസിക്കുകയും ചെയ്യല്ലേ? മനുഷ്യരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാതെ ഉദ്യോഗസ്ഥന്റെ രീതിയിൽ നിന്ന് നിയമപരമായി നിയമം അനുശാസിക്കുന്ന നിലയിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥരെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന നാടാണ് ഈ കേരളം. സഞ്ജു വന്ന് അന്വേഷിച്ച് നോക്കുക. നാരങ്ങാനത്ത് വന്നിട്ട് 20 ദിവസം മാന്യമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ജോലി ചെയ്യുന്ന നാരങ്ങാനം നിവാസികൾ നിങ്ങളെ കൈവെള്ളയിൽ കൊണ്ടു നടക്കും. അത് തന്നെ, ഈ 20 ദിവസം കൊണ്ട് സഞ്ജുവിന്റെ ഈ പ്രകോപനം അല്ലാതെ ഈ 20 ദിവസം കൊണ്ട് ഞാൻ അവിടുത്തെ ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയത് സഞ്ജു ഒന്ന് പുറത്തിറങ്ങി. പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, മറ്റുള്ളവരുണ്ട്, അവരോടൊക്കെ പെരുമാറിയവരൊക്കെ സാറിനെ വന്ന് കണ്ടല്ലോ. അതിന് ആരാന്ന് ഇനി പറയണോ? അവരോടൊക്കെ സാർ ഇതിനിടയിൽ പോയി കണ്ടവരൊക്കെ സാറിനെ വന്ന് കണ്ടല്ലോ. അതൊക്കെ രാവിലെ നമ്മൾ അവസാനിപ്പിച്ച വിഷയമായിട്ട് ഞാൻ വീണ്ടും അത് എടുത്തിടുന്നില്ല. അല്ല, സഞ്ജു വേണമെങ്കിൽ പറയാം, വെല്ലുവിളിയുമായി മുന്നോട്ട് പോകാനാണ് വേണമെങ്കിൽ പറയാം. വേണ്ട സഞ്ജു, എന്തിനാണ്? നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. 10,000 കണക്കിന് കൈക്കൂലി ഈ ദിവസങ്ങളിൽ ഞാൻ മേടിച്ചെന്നൊക്കെ സഞ്ജു പറഞ്ഞല്ലോ. അതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കണം സഞ്ജു. ഞാൻ അതേ പറയുന്നത്, ആവർത്തിച്ച് പറയാണ്. ശരി 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 ശ്രീ ജയേന്ദ്രൻ കല്ലെങ്കിൽ ജോസഫ് ജോർജ് എന്ന ഉദ്യോഗസ്ഥനെ പറ്റി അന്വേഷിക്കുമ്പോൾ എന്താണ് എടുത്തടിച്ച പോലെ കാര്യങ്ങൾ പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പലരും പറയുന്നുണ്ട്. ഇപ്പോൾ അഴിമതി ആരോപണം, കൈക്കൂലി എന്നത് അവിടുത്തെ കളക്ടർ തന്നെ പറയുന്നു. അതെന്തൊക്കെയോ ഇനി പ്രൊസീജിയർ പൂർത്തിയാവാനുണ്ട്. ഇനി മാരകമായ അഴിമതി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സർവീസിലിരിക്കേണ്ട ആളല്ല, അദ്ദേഹം ഇപ്പോൾ സർവീസിലിരിക്കേണ്ട ആളാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് ജഡ്ജ്മെന്റ് നടത്തണ്ട. അതിപ്പോൾ സഞ്ജു പറഞ്ഞ പോലെ പരിശോധിച്ച് അതിൻ്റെ കാര്യം പറയട്ടെ. ബാക്കി ഏനാദിമംഗലത്തുണ്ടായിരുന്നപ്പോൾ തർക്കം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്തോ അവിടുത്തെ പുറമ്പോക്ക് ഭൂമി സ്കെച്ച് ചെയ്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞതിനോട് അദ്ദേഹം കേട്ടില്ല. അവിടെ തർക്കം ഉണ്ടായി. വയനാടും അതുപോലെ രാഷ്ട്രീയ നേതൃത്വമായിട്ട് എന്തോ തർക്കം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ രാഷ്ട്രീയ നേതൃത്വം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം കറക്റ്റായ വഴി കൂടെ പോകണമെന്നും അദ്ദേഹത്തിന് മേൽദിവസം അറിയിക്കുകയും ചെയ്യുന്ന എന്നും അദ്ദേഹത്തിൻ്റെ ശീലമാണ്. അതിൻ്റെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നുമുണ്ട്. അതിലപ്പുറം നികുതി അടക്കണം എന്ന് പറഞ്ഞ് വിളിച്ചതിൻ്റെ പേരിൽ മഹാമോശക്കാരനായ ഉദ്യോഗസ്ഥനാണെന്ന് ബ്രാൻഡ് ചെയ്യപ്പെടേണ്ട ഒരാളാണോ ശ്രീ ജോസഫ് ജോർജ്? ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ. എനിക്ക് തോന്നുന്നത് ഈ മാർച്ച് മാസത്തെ ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. മാർച്ച് മാസമാകുമ്പോൾ ബിൽഡിംഗ് ടാക്സി ഒരുപാട് നികുതികൾ ക്ലോസ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം, ഒരു സമ്മർദ്ദം വില്ലേജ് ഓഫീസർമാർക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ ഒരു തരത്തിലുള്ള സംഭാഷണമായിരിക്കണം എനിക്ക് തോന്നുന്നത് ജോസഫ് ജോർജ് സഞ്ജുവിനോട് സംസാരിച്ചതെന്ന് തോന്നുന്നു.
പക്ഷേ ഇതെല്ലാം തോന്നുമ്പോൾ നമുക്കൊരു ഉദ്യോഗസ്ഥൻ കാണിക്കേണ്ട ഒരു ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നൊരിതുണ്ടല്ലോ. അവിടെ ചെറിയ പാളിച്ചകൾ ഈ ജോസഫ് ജോർജ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആ വാർത്ത മുഴുവൻ കേൾക്കുമ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 1675 വില്ലേജ് ഓഫീസർമാരുണ്ട്. എല്ലാവരും ഇങ്ങനെ പ്രശ്നക്കാർ ഇങ്ങനെ വർത്തമാനം പറയുന്നവരൊന്നുമല്ല. ഇതിനകത്ത് സഞ്ജുവിനും കുഴപ്പം പറ്റി. സഞ്ജു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ അധികാരം കാണിക്കുന്നതിനുള്ള ഒരു അവസരം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം അറിയാതെങ്കിലും വായിന് കയറി വെട്ടും അല്ലെങ്കിൽ ഒരു ചീത്ത വാക്കൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ രണ്ടുപേരും മോഡലല്ല, സമൂഹത്തിന് രണ്ടുപേരും മോഡൽ. ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ സഞ്ജു മോഡലല്ല, ഒരു വില്ലേജ് ഓഫീസർ എന്ന രീതിയിൽ ജോസഫ് ജോർജോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ ജോസഫ് ജോർജ് മോഡലല്ല. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാനുള്ള അവകാശത്തെ ഒരിക്കലും നിഷേധിക്കാനും കഴിയില്ല. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പല പ്രശ്നങ്ങളും ഇത്തരം ഇതേ തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ജോസഫ് ജോർജിന്റെ പേരിൽ താങ്കൾ കാണുന്ന കുറ്റങ്ങൾ എന്താണ്? അല്ല, നമുക്ക് മുന്നിലുള്ള ബാക്കി പറയുന്ന ആരോപണങ്ങളൊക്കെ അതിന്റെ സത്യാവസ്ഥ ഒക്കെ പുറത്തു വരട്ടെ. കുറ്റമായിട്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ജോസഫ് ജോർജ് ഈ സഞ്ജു നികുതി അടയ്ക്കാനുള്ള ആളാണ്. നികുതി അടയ്ക്കാൻ വേണ്ടി ഫോണിൽ വിളിക്കുന്നു. നികുതി അടയ്ക്കാൻ വേണ്ടി ഫോണിൽ വിളിക്കുമ്പോൾ ഒരു ഭാഷയുണ്ട്. ആ ഭാഷ എന്താണ്? ഒരു ശാസനയുടെ ഭാഷയാണ്. ഉദ്യോഗസ്ഥർ സാധാരണ പൗരന്മാരോട് പലരും ഉപയോഗിക്കുന്ന ഭാഷയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വത്തോട് ഇന്ന ഭാഷ, സാധാരണ പൗരൻ ഇന്ന ഭാഷ എന്നൊരു ഭാഷ ഇല്ലല്ലോ. ഞാനൊരു ഉദ്യോഗസ്ഥനാണ്. അല്ല ഹാഷ്മി അതിനകത്തൊരു ഉദ്യോഗസ്ഥൻ അങ്ങനെയല്ല. ഉദ്യോഗസ്ഥൻ ഒരു ജനസേവകനാണ്. ഒരാളുടെ സംസാരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു എളിമ ആ ഭാഷയിൽ ഇല്ല. അത് സംശയമൊന്നുമില്ല. ഒരു വില്ലേജ് ഓഫീസറും, ഞാൻ വില്ലേജ് ഓഫീസറായിരുന്ന ആളാണ്, ഞാനൊരു ഉദ്യോഗസ്ഥ സംഘടനയുടെ നേതാവാണ്. ഞാൻ പറയുന്നു, ഒരു വില്ലേജ് ഓഫീസറും അങ്ങനെ ഒരു ഭാഷ ഉപയോഗിച്ച് എന്തിനാണ് 250 പ്രാവശ്യം സഞ്ജു 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 ഞാൻ കേരളത്തിലാണ് എന്നൊരാളുടെ മറുപടി പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഏരിയ സെക്രട്ടറി എന്ന രീതിയിലുള്ള ധാർഷ്ട്യം പിന്നെ സഞ്ജുവും കാണിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വർത്തമാനം അദ്ദേഹം പറയേണ്ട കാര്യമില്ല. നേരത്തെ CR പറഞ്ഞു, ഒരു വർത്തമാനം പറഞ്ഞു, ഇത് നവീൻ ബാബുവിനെ പോലെയാണ് നവീൻ ബാബുവിനെയും ജോസഫ് ജോർജിനെയും താരതമ്യം ചെയ്തൊരു ചർച്ച കൊണ്ടുവരുന്നത്. നവീൻ ബാബു ഏറ്റവും മാന്യനായ, ഏറ്റവും നിഷ്കളങ്കനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ലേബലൊന്നും ജോസഫ് ജോർജിന് ഞാൻ ഈ പൊതുവിൽ കണ്ട വിഷയങ്ങളിൽ എനിക്ക് കൊടുക്കാൻ കഴിയില്ല. ഞാൻ ഈ സംഘടന നേതാവാണ്. ഞാൻ പറയാമല്ലോ, ഇവരുടെ എല്ലാം പിന്നെ ഒരു പ്രതികരിക്കുന്ന ആളാണെങ്കിൽ വില്ലേജ് ഓഫീസർമാർ മുഴുവൻ ഇങ്ങനെയാണ് എന്നൊരു പൊതുസമൂഹത്തിൽ ചിത്രം ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ മാർച്ച് മാസമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, മാർച്ച് മാസമാകുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ ഒരു സമ്മർദ്ദം ഉദ്യോഗസ്ഥന്മാർക്ക് വരും. നികുതി പിരിച്ചടയ്ക്കാനുള്ള സമ്മർദ്ദം വരും. സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ഭാഷയിൽ, കൊടുക്കേണ്ട ബഹുമാനത്തിൽ, മാത്രമല്ല ഇയാളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഒരു പൊതുപ്രവർത്തകനാണ് എന്ന് വില്ലേജ് ഓഫീസർക്ക് അറിയാം. അപ്പോൾ ആ ഒരു നിലയിൽ സംസാരിക്കണമായിരുന്നു. തിരിച്ചും അതുപോലെ തന്നെ ഒരു വില്ലേജ് ഓഫീസറോട് സംസാരിക്കുമ്പോൾ നിന്നെ ഓഫീസിൽ കയറി വെട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു ധാർഷ്ട്യം തന്നെ. ആ ധാർഷ്ട്യവും അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടും നമ്മുടെ സമൂഹത്തിന് മാതൃകയായ ആൾക്കാരല്ല. രണ്ട് പൊതുപ്രവർത്തകരാണ്, രണ്ടുപേരും നമ്മുടെ സമൂഹത്തിന് മാതൃകയല്ല എന്നാണ് എനിക്ക് വ്യക്തമായി പറയാനുള്ളത്. ഓഫീസർമാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, രാവിലെ പകലും ജോലി ചെയ്താലേ തീരുള്ളൂ. അതിലപ്പുറമുള്ള അദ്ദേഹത്തെ പറ്റി, ആരോപണത്തെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ? എന്തൊക്കെയോ ഒരുപാട് അദ്ദേഹം മോശക്കാരനാണ് എന്നൊരു ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ സ്വാഭാവിക. അതെ, ബാക്കി നേരത്തെ പറഞ്ഞ സസ്പെൻഷൻ ഓർഡറിനെ സംബന്ധിച്ച് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അതെനിക്ക് തോന്നുന്നു സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എല്ലാ സ്ഥലത്തും ചെന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാനും പറ്റില്ല. ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർ പോകുന്ന സ്ഥലത്തെല്ലാം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അയാളുടെ വില്ലേജ് ഓഫീസറായി ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്. രാഷ്ട്രീയ നേതാക്കൾ ഒരു കാര്യം പറയുമ്പോൾ ഡിപ്ലോമാറ്റിക്കായി ചെയ്തു കൊടുക്കണോ അതോ അതിൽ ചട്ടം പറയണോ? ചട്ടം പറയലാണ് ശരിയായ വഴി, പക്ഷെ അതല്ലാതെ ഡിപ്ലോമാറ്റിക്കായി ചെയ്യാൻ കഴിയും. ഞാൻ ചോദിച്ചത്, ഞാൻ നയം വേണ്ടേ ചോദിച്ചത്, അതുകൊണ്ടാണ് അദ്ദേഹം റിപ്പോർട്ട് വിട്ടേക്കോ. ഓരോ മനുഷ്യർ ഓരോ രീതിയാണല്ലോ. ഞാൻ അതിലെത്താം. രജി ലോക്കോസ് ഇവിടെ നവീൻ ബാബുവിന്റെ കാര്യം പറഞ്ഞു. നവീൻ ബാബുവിന്റെ കുറ്റപത്രം വന്ന ദിവസമാണ് കേട്ടോ. ഏത് രീതിയിലാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വൃത്തികെട്ട ദുഷ്ടലാക്കുള്ള വാക്കുകളിൽ ഒരു പരമസാധു മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന് വ്യക്തമാക്കുന്ന കുറ്റപത്രമാണ്. കൈക്കൂലി ആരോപണമില്ല. ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി അന്തരീക്ഷത്തിലാവുകയാണ്. ബാക്കി പറയുന്ന നവീൻ ബാബുവിനെ അതിനുശേഷം മരണശേഷവും മോശമാക്കി കാണിക്കാൻ ഉന്നയിച്ച സകല കാര്യങ്ങളും ചുമ്മാതാണ്, മര്യാദകേടാണ് എന്ന് തെളിയിക്കുന്ന കുറ്റപത്രമാണ് ഇന്ന് വെച്ചേക്കുന്നത്. അതുകൂടി ചേർത്ത് അങ്ങ് ഈ വിഷയത്തിന് മറുപടി പറഞ്ഞോളൂ ശ്രീജി ലൂക്കോസ്. തീർച്ചയായിട്ടും ആഷ്മി, ഒരല്പസമയം എനിക്ക് അനുവദിക്കണം. ഇവിടുത്തെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സഖാവ് സഞ്ജുവും ഈ വില്ലേജ് ഓഫീസറും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ്. അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ട് ഞാൻ അവരോട് പറയാം. ഇത്ര സമയം, അരമണിക്കൂർ കൂടുതൽ ഉണ്ടായ ഹാഷ്മിയുടെ ചർച്ചയിൽ
ഈ വില്ലേജ് ഓഫീസറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് കടുത്ത അച്ചടക്കൽ എങ്ങനെയാണ്. ഒരു പബ്ലിക് സർവൻ്റാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ. ഇവിടെ ജയേന്ദ്രൻ ഇല്ലെങ്കിൽ പിന്നെ ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ പറഞ്ഞതിനോട് ഭാഗികമായിട്ട് എനിക്ക് യോജിപ്പുണ്ട്. ഒരു സർവീസ് പബ്ലിക് സർവൻ്റ് തന്നെയാണ് പൊതുപ്രവർത്തകർ. ഇപ്പം സഖാവ് സഞ്ജുവിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക് അത് തെറ്റായിപ്പോയി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട രാജു ഉബ്രാവ് ഇന്നലെ ഹാഷ്മിയായിട്ട് നടന്ന ടെലിഫോൺ സംഭാഷണത്തിൽ രാവിലെ 10:00 നടന്ന ബ്രേക്കിംഗ് അവേഴ്സിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു. സ്വാഭാവികമാണ്. പക്ഷേ ഈ മനുഷ്യൻ ഇപ്പൊ ഈ ചർച്ച എന്നാൽ ആഷ്മിയോട് അല്ലെങ്കിൽ വേറൊരു ചാനലിൽ പറഞ്ഞാണ് ഞാൻ കേട്ടതാ. എന്നാൽ ശരി, ഞാനത് വാദത്തിന് വേണ്ടിയിട്ട് തർക്കിക്കാൻ പോകുന്നില്ല. ഞാൻ കേട്ടതായിട്ട് എന്റെ ഓർമ്മയിരിക്കും. എന്തായാലും ആട്ടെ, ആ ഒരു വാക്കിനെ മാത്രം പിടിച്ചുകൊണ്ട് ഇന്നലെ മുതൽ ഈ സഞ്ജുവിനെ ഹാഷ്മി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിചാരണ ചെയ്യുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാം, ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ, ഇദ്ദേഹം ദീർഘമായ ഒരു സംഭാഷണത്തിൽ, ദീർഘമല്ല എന്ന് അദ്ദേഹം പറയുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ കുറേ ഓഡിയോ കേട്ടവരാ. സഞ്ജുവിനെ പ്രകോപിപ്പിച്ചതിന് ശേഷം പ്രകോപിച്ചതിൻ്റെ ഫലമായിട്ടാണ് സഞ്ജു അങ്ങനെ പറഞ്ഞു എന്ന് സഞ്ജു പറഞ്ഞു. ഇയാളിപ്പോൾ നിങ്ങളോട് പറഞ്ഞ മറുപടി നിങ്ങൾ വളരെ റീമൈൻഡ് ചെയ്ത് നോക്കിയോ. എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ വളരെ മാന്യമായ രീതിയിലാണ് സംസാരിച്ചെന്ന് പറഞ്ഞു. പക്ഷേ അയാൾ പറഞ്ഞ ഓഡിയോ നിങ്ങളിപ്പോൾ കേൾപ്പിച്ചതിനകത്ത് പറയുന്നത് എന്താ അറിയോ, ഒരു 20 പ്രാവശ്യം ഞാനത് കേട്ടോ. അയാൾ പറഞ്ഞത് എന്താണ്, ആ വില്ലേജ് ഓഫീസർ സഞ്ജു ആണോ? അതെ സാർ, അതെ സാർ എന്നാണ് സഞ്ജു പറയുന്നത്. അതെ സാർ, ഞാൻ വില്ലേജ് ഓഫീസറാണ്, നിങ്ങളൊരു 3 വർഷത്തെ കുടിയുണ്ട്, 30,000 രൂപ മറ്റേ അടയ്ക്കാനുണ്ട്, ആ പൈസ നാളെ അടയ്ക്കണം, നാളെ അടച്ച് നിങ്ങൾ അങ്ങനെ തുടങ്ങുന്നിങ്ങനെ നിങ്ങളൊക്കെ വലിയ രാഷ്ട്രീയക്കാർ നേതാക്കന്മാരാ, നാളെ പൈസ അടച്ചേക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ നിങ്ങളൊക്കെ വലിയ രാഷ്ട്രീയക്കാർ നേതാക്കന്മാരെന്ന് പറയേണ്ട ഈ മനുഷ്യൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ആര് വിളിച്ചാലും ആക്ഷേപിച്ച് സംസാരിക്കുക എന്നുള്ളവര് ഇയാൾക്ക് ആരാ അധികാരം കൊടുത്തിരിക്കുന്നത്? അതുകൊണ്ട് പബ്ലിക് സർവന്റ്. രണ്ടാമത്തെ അല്ല നിൽക്കൂ അല്ല, ഞാൻ എന്നെ തടസ്സപ്പെടുത്താതെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പൂർത്തിയാക്കിട്ട് ഇത് ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്നതല്ലേ ചർച്ച. ജില്ലാ കളക്ടറുടെ ബൈറ്റ് കേൾപ്പിക്കാന്ന് പറഞ്ഞ് കേട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞേ? ഈ ഉദ്യോഗസ്ഥന് വെള്ളം പൂശുവോ ഇദ്ദേഹത്തിന് ആയിരിക്കേണ്ട ഒരു വാക്ക് പറഞ്ഞോ. ലാസ്റ്റ് പുള്ളി എന്താ പറഞ്ഞേ? ഈ ഉദ്യോഗസ്ഥന്റെ പേരിൽ ഇന്നലെ മുതൽ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ബൈറ്റിൽ ഇപ്പോഴും കാണിച്ചെന്താ, ഈ ഉദ്യോഗസ്ഥന്റെ പേര് വകുപ്പ് തന്നെ നടപടി സ്വീകരിച്ചിട്ടുള്ള ആളെ ഈ ഉദ്യോഗസ്ഥനെ അന്വേഷിക്കാൻ ചെന്ന RD-യോട് മോശമായിട്ട് പെരുമാറി. അങ്ങനെ ഉദ്യോഗസ്ഥരാണോ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്, നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്? അതിനെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞൊരു വിഭാഗം കേരളത്തിലെ ജനങ്ങൾ ആ കളക്ടർ ഇന്നലെ വിശദമായി പറഞ്ഞു. ഒരു ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കളക്ടർ. ആ ചോദ്യം കേട്ടപ്പോഴേക്ക് കളക്ടർ വിശദമായി പറഞ്ഞു. എന്തെങ്കിലും വ്യക്തത ഉണ്ടോ കളക്ടർ പറഞ്ഞതിനകത്ത്? എന്താണ് ആരോപണം? അഴിമതി ആരോപണം ഉണ്ടോ? മറ്റേതെന്താണ്? എന്തോ പടർപ്പിൽ തല്ലുന്ന പോലെ കളക്ടർ എന്തോ പറഞ്ഞു പോയി. അല്ലാതെ എന്തെങ്കിലും വ്യക്തത ഉണ്ടോ കളക്ടർക്ക്? അഴിമതിയാണെന്ന് ചോദിക്കും, പുള്ളിക്ക് അറിഞ്ഞ ഓർമ്മയില്ല. അങ്ങനെ ഓർമ്മയില്ലാതിരിക്കും. അദ്ദേഹം സസ്പെൻഡ് ചെയ്ത ആളാ, അങ്ങനെ ഓർമ്മയില്ലാതിരിക്കൂ. ആഷ്മി തടസ്സപ്പെടുത്തി ചർച്ച അവസാനിപ്പിക്കാൻ ആഷ്മി ശ്രമിക്കേണ്ട. ഇത് ലോകം മുഴുവൻ കേട്ടോണ്ടിരിക്കുന്ന ചർച്ച. അതായത് അതേ സാറെന്ന് പറഞ്ഞു തുടങ്ങി, രണ്ടാമത് സാറെന്ന് വിളിക്കുന്നു, വീണ്ടും ചോദിക്കുന്നു. ലോകത്തിൽ ആരായാലും ഒരാളെ പരിചയപ്പെടുമ്പോൾ എവിടാണ് വീട് അല്ല നാട് എവിടാന്ന് ചോദിക്കുക, അതൊരു സാമാന്യത. ഇപ്പൊ CR ആണെങ്കിലും ഈ പറഞ്ഞ ജയന്തൻ ചോദിക്കും, നമ്മൾ മാന്യമായിട്ട് ഇന്നോട് തന്നെ വീട് ചോദിച്ചത്. എന്താണ് ഒരു വാണിംഗ് സ്വഭാവത്തിൽ ഒരു ഉദ്യോഗസ്ഥ പറയുന്നതിന് മധ്യത്തിൽ എന്ന് ചോദിക്കുന്നത് ഈ സൗഹൃദം പുതുക്കാനാണോ? നിഷ്കളങ്കനാവല്ലേ? സൗഹൃദം പുതുക്കാനാണോ ചോദിക്കുന്നത്? അതിനിടയ്ക്ക് നാടെവിടാ എന്ന് ചോദിക്കുന്നത്? അല്ലല്ല, നിങ്ങളെതിരെ തടയുന്നേ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ചാർജ് എടുത്തു, എവിടെയാ സാർ വീട് എന്ന് ചോദിക്കുന്നിടത്ത് എന്ത് തെറ്റെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരാൾ പറഞ്ഞ മറുപടി എന്താ? കേരളത്തിലുള്ള ആളെന്ന് കേരളത്തിലുള്ള എന്താ തെറ്റ്? കേരളത്തിലുള്ള ആൾ തെറ്റെന്താ? തെറ്റുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അത് കൊള്ളാം. ഒരു തർക്കത്തിന് വന്നിട്ട് നാടവിട എന്ന് ചോദിക്കുന്നത് തെറ്റാ? അതിൽ തെറ്റില്ലെങ്കിൽ എന്റെ വീട് കേരളത്തിലാണ് എന്ന് പറയുന്നത് പിഴവെന്താ? ഹാഷ്മിനായിരിക്കണ്ട. ഹാഷ്മി എന്ന് മനസ്സിലാക്കണം. അന്തസ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്കുള്ള ഒരു ഉദ്യോഗസ്ഥനും ഒരു സാധാരണ മനുഷ്യനും അതിന് മറുപടി അങ്ങനെ പറയത്തില്ല. അതാ മാന്യത എന്ന് പറയുന്നത്. നിങ്ങൾ അച്ചടി ഭാഷ സംസാരിക്കണ്ട. നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു അന്വേഷണം എന്താ? നിങ്ങൾ മാധ്യമങ്ങൾ കുറെ നാളായിട്ട് പറയുന്ന അന്വേഷണം എന്താ? പൊതുപ്രവർത്തകരെ മൂന്നാം കടകളോ? അവരും ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന, അവരും റഫ് കണ്ടീഷനൊക്കെ ഫേസ് ചെയ്യുന്ന, അവരും പരാതികൾ കേൾക്കുന്നവരാ, അവരും മനുഷ്യരാ. സാധാരണക്കാരുടെ കാര്യങ്ങളിൽ ഈ പൊതുപ്രവർത്തകരോട് ഇല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന തണ്ട എത്ര വലുതാ? ഞാൻ എല്ലാ ഉദ്യോഗസ്ഥരും പറയുന്നത് എനിക്കൊരു മോശാനുഭവം വില്ലേജ് ഉണ്ടായിട്ടില്ല, ഉള്ള കാര്യം പറയാം. പക്ഷേ ഈ മനുഷ്യൻ ഇന്ന് ഈ ചാനൽ ചർച്ചയെ പറഞ്ഞതനുസരിച്ച് നടന്നുണ്ടെങ്കിൽ
ഞാൻ പറയുന്നു അദ്ദേഹം RDOയെ പോലും ഇപ്പോൾ ഇവിടെ നിന്ന് കുറ്റപ്പെടുത്തി. അദ്ദേഹം പൊതുജനവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കസാലയിരുത്താൻ ബഹുമാനപ്പെട്ട ഇതിന്റെ വകുപ്പ് മന്ത്രി ഇനി തയ്യാറായത് അങ്ങനെ അവിടെ നിന്ന് മാറ്റണം. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ഒരു കളക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. ഉദ്യോഗസ്ഥരാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിലും ഒരു കളക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. നവീൻ ബാബുവിന്റെ കാര്യത്തിലും ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു കേട്ടോ. നവീൻ ബാബു മരിച്ച ശേഷം ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ. ഹാഷ്മിക്ക് പൊള്ളുന്നൊരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും. എന്താ പറയുന്നറിയോ? നിങ്ങൾ എന്തിനാ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. നിന്റെ നാട് എവിടാന്ന് ചോദിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്നാ അറിയോ? നിങ്ങൾ കേട്ടോ, ഇത് റെക്കോർഡറല്ലേ, ലോകം മുഴുകിയത്. അയാൾ പറഞ്ഞാ എനിക്ക് എന്നെ വെട്ടുമോ കൊല്ലുമോ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന്. അങ്ങയുടെ വീട് എവിടാന്ന് ചോദിക്കുമ്പോൾ ഈ വെട്ടും കുത്തൊന്നും ഈ പറയുന്ന സഞ്ജു പറഞ്ഞിട്ടില്ല. നിങ്ങൾ സഞ്ജുവിനെ ഇന്നലെ മുതൽ വിചാരണ ചെയ്യുന്നുണ്ടല്ലോ. എനിക്കും സഞ്ജു പറഞ്ഞ വാക്കിനോട് യോജിപ്പില്ല. അല്ല, ഞാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിലും ആ സംഭാഷണം തീരുമ്പോഴേക്കും വിട്ടൊന്നും മനസ്സിലായില്ലേ റജി ലൂക്കോസേ? ആ സംഭാഷണം തീരുമ്പോഴേക്കും നാടെവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ കയറി വെട്ടാൻ വേണ്ടി എങ്ങനെ അറിയാൻ പറ്റുക? ഞാൻ പറഞ്ഞല്ലോ, അതെങ്ങനെ അറിയുന്നേ? വെട്ടെന്ന് പറയുന്നതിന് മുമ്പല്ലേ ഇയാൾ ചോദ്യം ചോദിച്ചത്? അല്ല, അത് കഴിഞ്ഞ് വെട്ടെന്ന് പറഞ്ഞല്ലോ. അതെല്ലാം കഴിഞ്ഞല്ലേ വെട്ടെന്നുള്ള വാക്ക് വന്നത്? അത് കഴിഞ്ഞ് വെട്ടെന്ന് പറഞ്ഞല്ലോ. ശരി ശരി, ഞാൻ പറഞ്ഞ ആ വാക്ക് തെറ്റാ. ഞാൻ പറഞ്ഞ ആ വാക്ക് തെറ്റാ. അതിന് ആരെങ്ങനെ ആയി നോക്കിയാലും ആ വാക്ക് പറഞ്ഞുകൂടാത്ത വാക്കാണ്, ഹിംസയാണ്. യുക്തിയല്ല, ചുമ്മാ ചർച്ച ചെയ്ത് നിങ്ങള് സാധാരണ ഒറ്റക്കാരോട് പറഞ്ഞിട്ട് വിളക്കി വെക്കും. ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ. സാധാരണക്കാരോട് ഇടപെടുന്ന ആദ്യത്തെ ഓഫീസ് വില്ലേജ് ഓഫീസാ. ഇയാളെ പോലെ ഒരാൾ ഏത് വില്ലേജ് ഓഫീസിൽ ഇരുന്നാലും ആ നാട്ടിലെ ജനങ്ങളുടെ ശാപമായിരിക്കും. സഞ്ജുവിലേക്കും സിആറിലേക്കും എം വി സഞ്ജു, താങ്കൾ ഇരിക്കുന്ന ചുമതല ഉത്തരവാദിത്തപ്പെട്ട ചുമതലയാണ്. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റിയാണ്. ഒരുപാട് അംഗങ്ങളുള്ള ഒരു ഏരിയയാണത്. അവിടെ ഇരുന്നുകൊണ്ട് താങ്കൾ പറഞ്ഞുകൂടാത്ത, ബാക്കി അതിൻ്റെ മുന്നിലും പിന്നിലുള്ള തർക്കങ്ങൾക്കൊക്കെ അപ്പുറം താങ്കൾ പറഞ്ഞുകൂടാത്തൊരു വാചകം പറഞ്ഞു. അതൊരു വില്ലേജ് ഓഫീസർക്ക് വിട്ടുവെന്നാണ്. പിന്നെയും ചോദിക്കുന്നത്, താങ്കൾ അത് പിൻവലിക്കാൻ തയ്യാറുണ്ടോ ശ്രീ എം വി സഞ്ജു? ആ ഒരൊറ്റ സെന്റൻസ്. ഈ പറഞ്ഞ കൂട്ടത്തിലൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ അവസാനത്തിലേക്ക് വരാം. നിങ്ങൾ ഈ ചാനൽ ചർച്ച ലോകം മുഴുവൻ കാണുന്നതാണ്. ഇദ്ദേഹം ജോലി ചെയ്ത എല്ലാ വില്ലേജ് ഓഫീസുകളിൽ നിന്നും ഇദ്ദേഹം ആളുകൾ പീഡിപ്പിച്ചിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം നിരവധി രേഖകളാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഏറ്റവും വലിയ കുഴപ്പക്കാരനായ ഒരു വില്ലേജ് ഓഫീസർ, ഈ ജില്ലയിലെ ഏറ്റവും വലിയ കൈകൂലിക്കാരനായ ഒരു വില്ലേജ് ഓഫീസറെ വെള്ള പൂശാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ചാനൽ ചർച്ചയിലൂടെ ഉപയോഗിക്കുന്നത്. ജില്ലയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ഏറ്റവും അവസാനം പറഞ്ഞ വെട്ടുമെന്ന് പറഞ്ഞ വാക്ക്, പറയാൻ സമ്മതിക്കൂ, വെട്ടുമെന്ന് പറഞ്ഞ വാക്ക്, ആ വാക്ക് ഞാൻ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു ചർച്ചയോ ഈ വില്ലേജ് ഓഫീസർ കാണിച്ചിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ചോ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഈ ജനത്തെ അറിയിക്കാൻ കഴിയുമായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ പറയുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്തൊരു പരാതിയുണ്ട്. ആ പരാതിയുടെ കോപ്പി കൂടെ നിങ്ങൾ ഇദ്ദേഹം അതൊക്കെ വ്യക്തിപരമല്ല, ആ വെറും പ്രശ്നങ്ങൾ. അല്ല, ഞാൻ ചോദിക്കുന്നത്, അപ്പൊ എം വി സഞ്ജു ഓഫീസിൽ കയറി വിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അഴിമതി പുറത്തുകൊണ്ടുവരാനാണോ? അഴിമതി പുറത്തു അങ്ങനൊരു സംഭാഷണം ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ ചാനൽ ചർച്ച വന്നതും വിവാദമായതും. ഇദ്ദേഹം ആരാണെന്ന് കാര്യം താങ്കൾ കൊണ്ടാണ് ഞാൻ സംസാരിച്ചതിലുണ്ടായ ആ ദേഷ്യത്തിന്റെ ഭാഗമായി, സംസാരിച്ചതിന്റെ ഭാഗമായി എനിക്കുണ്ടായ പ്രകോപനത്തിന്റെ ഭാഗമായി വന്നൊരു വാക്കാണ്. വാക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. അത് ഈ ആ ദിവസം മുതൽ ഇങ്ങോട്ട് ചോദിച്ച എല്ലാ ചാനലുകൾ സംസാരിച്ചിടത്തെല്ലാം ഞാൻ വ്യക്തമായി പറഞ്ഞ് അദ്ദേഹത്തെ വെട്ടണമെന്നുള്ള ഉദ്ദേശമില്ല, ആ ഉദ്ദേശത്തോടുകൂടി പറഞ്ഞതല്ല. പക്ഷെങ്കിൽ ഒരാളെ ശരി, എന്തോ സംഗതി പ്രശ്നമുണ്ട്. എന്തായാലും അത് ഹിംസയുടെ വാക്കാണ് സഞ്ജു. താങ്കൾ ഈ പറയുന്ന ബാക്കി ആരോപണങ്ങളൊക്കെ അന്വേഷണത്തിൽ തെളിയട്ടെ, എന്തോ പരിശോധനയ്ക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന പോലെ അത് കൊടി അഴിമതിക്കാരനാണെങ്കിൽ ഇടത് സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ഇപ്പോൾ സർവീസിൽ തുടരുന്നത് എങ്ങനെയാണ് എന്നൊരു സാമാന്യ മനുഷ്യ ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഇനി നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ അന്വേഷണം തെളിയട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഓഫീസിൽ കയറി വിട്ടുക എന്ന് പറയുന്നത് ഹിംസയുടെ വാക്കാണ്. അത് തിരുത്തണം. അതിൽ തർക്കം അക്കാര്യത്തിലില്ല. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.